റെക്കോർഡ് ഓൺ ആയിട്ടുണ്ട്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ദയവേത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാം. കാരണം അത് മറ്റുള്ളവരെ ബാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ആരുടെയൊക്കെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ദയവേത് ആ വിഷയം ശ്രദ്ധിക്കാം. ടീച്ചർ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? ഞാനേ വൈഫൈ ഡിസ്കണക്ട് ആയത് ശ്രദ്ധിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലിയർ അല്ലേ? ഓക്കെയാണ് ഓക്കെയാണ്. സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഒരു മിനിറ്റ്. ഓക്കെ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ അധ്യാപകരെ, പഠിതാക്കളെ, ബ്രൈറ്റ് അക്കാദമിയും അൽ മുർഷിദും ചേർന്ന് നടത്തുന്ന സർവീസിലുള്ള അധ്യാപകർക്കുള്ള കേട്ടിട്ട് കോച്ചിങ് അതിൻ്റെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിൽ പലർക്കും ആശങ്കകളുണ്ട്, സംശയങ്ങളുണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട്. പ്രധാന കാരണം വർഷങ്ങളായിട്ട് എക്സാമുകളിൽ നിന്ന് അകന്നു കഴിയുന്നവരാണ്, മത്സര പരീക്ഷകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വീണ്ടും ഇത്തരമൊരു രീതിയിലേക്ക് നിർബന്ധിതരായി കടന്നു വരേണ്ടി വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പരീക്ഷ അഭിമുഖീകരിക്കുന്നിടത്ത് പല ആശങ്കകളുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെ കോഴ്സിന്റെ ഭാഗമായി ഓരോ വിഷയത്തെക്കുറിച്ചും ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അതിലെങ്ങനെ ഒക്കെ സിലബസിൽ വരുന്നു എന്നുള്ള ധാരണയെ നമ്മൾ ഏകദേശം കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളെ പരീക്ഷ എങ്ങനെ നേരിടാം എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ട്രിക്കിയായി ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? അറിവ് നേടാൻ നമ്മൾ വിശാലമായി വായിക്കണം, പഠിക്കണം എന്നതിനപ്പുറത്തേക്ക് പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് ഹാർഡ് വർക്കും ആൻഡ് സ്മാർട്ട് വർക്കും കൂടി ചേർന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ ഈ കേട്ടറ്റിനെ നമുക്ക് നേരിടാം, അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ഏറെ പ്രിയപ്പെട്ട റസ്ല ടീച്ചറാണ്. വർഷങ്ങളായിട്ട് അൽ മുർഷിദിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പിന്നെ പ്രചോദനമാവുകയും ധാരാളം വിദ്യാർത്ഥികളെ കേട്ടറ്റിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്ത പിന്നെ ഒരു ടീമാണ് അൽ മുർഷിദ്. അതിന്റെ പ്രധാന നേതൃരംഗത്തുള്ള ആൾ കൂടിയാണ് റസ്ല ടീച്ചർ. കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ മനസ്സിലാവും. ഞാൻ എന്താകുന്നില്ല കൂടുതൽ പറഞ്ഞ് പൊലിപ്പിക്കുന്നില്ല. അപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, ദയവ് ചെയ്ത് മൈക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യരുത്. മ്യൂട്ട് ചെയ്ത് തന്നെ വെക്കുക, കാരണം അത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. ഇനിയും ധാരാളം ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്സിലേക്ക്. അപ്പോൾ വരുന്നവരൊക്കെ ഇങ്ങനെ മൈക്ക് ഓൺ ആക്കാൻ നിന്നാൽ അത് കേൾക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. ഈ ക്ലാസ്സിലോട് കഴിയുന്നത് കൂടി നിങ്ങളുടെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കൺഫ്യൂഷനും ഇൻഷാ അല്ലാഹ് തീരും. എന്നിട്ട് നമുക്കെന്താവാം, ഇതിന്റെ സെഷനിലേക്ക് പോകുന്നതാണ്. കേട്ടറ്റിന്റെ അഡ്മിഷൻ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഒഫീഷ്യലായിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറെ സ്നേഹത്തോടു കൂടി റസ്ല ടീച്ചറെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ ടീച്ചർ, ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്ക്, ഷെയറിംഗ് എന്നുള്ളത് കുറച്ചുകൂടി വൃത്തിയുണ്ടാവും സ്ക്രീനിൽ. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓഡിയബിൾ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. ബിസ്മില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദ്യം തന്നെ ഇത്രയും നാള് ക്ലാസ് എടുത്തതൊക്കെ കുട്ടികൾക്കാണ്. സത്യത്തില് എന്നെ പോലെ അല്ലെങ്കിൽ എന്നേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തിരുന്നത്. ക്ലാസ് അല്ല, ഒരു സെഷൻ. ക്ലാസ് എടുക്കാൻ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. കാരണം എന്നേക്കാളും ക്വാളിഫിക്കേഷൻ കൊണ്ടും എല്ലാം നിങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന ആൾക്കാര്. ഒരു എക്സാമിന്റെ പേരിൽ മാത്രമാണ് നമ്മളെ സുപ്രീം കോടതി താഴത്തേക്ക് ആക്കിയേക്കുന്നത്. അപ്പോ അത് നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലേ? അപ്പോ ഒരുപാട് കുട്ടികൾ മീൻസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തതുകൊണ്ട് കുട്ടികളെന്നേ വരുള്ളൂ. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, ടീച്ചർമാരാണെന്ന് എനിക്കറിയാം. എന്നാലും സംസാരത്തിന്റെ ഇടയിൽ കുട്ടികളിൽ നിന്ന് വരും, നിങ്ങൾ ക്ഷമിക്കുക. എപ്പോഴും
ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപകർക്ക് മുന്നിൽ നിൽക്കുന്നവരൊക്കെ കുട്ടികളാണ്. അത് ഏത് പ്രായമായാലും ഇനി എങ്ങനെയൊക്കെ ഉള്ളവരായാലും കുട്ടികളാണ്. അപ്പോ എന്റെ കുട്ടികൾ എന്നാണ് ഞാൻ അഭിസംബോധന ചെയ്യുക. അത് നിങ്ങളോടുള്ള റെസ്പെക്ട് ഇല്ലായ്മയല്ല, അത് ആദ്യം തന്നെ പറയാണ്, എന്റെ ശൈലിയാണ്. അതെനിക്ക് പെട്ടെന്ന് മാറ്റാനും കഴിയില്ല. ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോഴും എന്താണ് കേട്ടിട്ടെന്ന് വ്യക്തമായിട്ട് അറിയാത്തവരുണ്ട്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഇന്നലെ നിങ്ങൾ എപ്പോഴാണ് ഈ പോസ്റ്റർ ഔട്ടായി കണ്ടത്? അതായത് റസ്ല ടീച്ചറെ ക്ലാസ് നാളെ ഉണ്ട് എന്ന് ഏത് നിമിഷമാണ് കണ്ടത്? ആ നിമിഷമാണ് ഇവരത് തീരുമാനിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് ഡൗട്ട്സ് പേഴ്സണലി ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ നമുക്ക് ചെയ്യാന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഒട്ടും പ്രിപ്പയർഡ് അല്ല. രാവിലെ സ്കൂളിൽ പോയി, നിങ്ങളെ പോലെ തന്നെ വൈകുന്നേരം വന്നു. മക്കളുടെ കാര്യം ഇപ്പോഴും പകുതിയിൽ പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. ചിലപ്പോൾ ഇടയിൽ ഒരു 2 മിനിറ്റ് ഞാനൊന്ന് സൈലന്റ് ആവുകയും ചെയ്യും, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഉറക്കം കിടത്തിയ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിന് ചെറിയ പോറൽ ഉണ്ടാക്കിയ ഒരു സാധനം തന്നെയാണ് ഈ കിടക്കണ കേട്ടറ്റ്, അല്ലെ? കുറെ ആൾക്കാര് ക്യാഷ് കൊടുത്ത് എയ്ഡഡ് സ്കൂളിലൊക്കെ കയറിയവര് ടെറ്റ് ഇല്ലാത്തതിന്റെ പേരില് ഇപ്പോഴും സാലറി പാസ്സാവാതെ, അല്ലെങ്കിൽ കയറിയിട്ട് വർഷങ്ങളായവര് 2019 ശേഷമുള്ളവർക്ക് ടെറ്റ് വേണം എന്ന് പറഞ്ഞവരോട് ഇൻക്രിമെന്റ് ഇല്ലാതെ ഇപ്പോഴും ബേസിക് സാലറിയിൽ പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ എക്സാം, അതായത് വർഷത്തിൽ 3 തവണ വെച്ചാണ് നമ്മൾ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തവണയല്ല, ജീവിതത്തിൽ ഒരു തവണ നമ്മൾ നാണം കെടുവായിരിക്കുള്ളൂ. പിന്നെ നമ്മളെ നാണം കെടുത്തിയ, നമ്മുടെ അഭിമാനത്തിന് ക്ഷതം ഏറ്റ ഒരു ഭാഗത്തേക്കൂടെ നമ്മൾ നടക്കുവോ? ബുദ്ധിയുള്ള മനുഷ്യന്മാര് നടക്കൂല. ഒരു മാളത്തിൽ നിന്ന് 2 തവണ മുമ്പിന് പാമ്പ് കടിക്കൂല എന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ ആ വഴി നടക്കില്ല. പക്ഷെ ഈ കേട്ടറ്റ് എന്ന് പറയുന്ന സാധനം എഴുതിയെടുത്തില്ലെങ്കിൽ ഓരോ വർഷവും 3 തവണ നമ്മുടെ നാണം കെടുകയാണ്, അല്ലെ? ഒന്നിനെ നമ്മുടെ സ്റ്റാഫ് റൂമിൽ ചിലപ്പോ വിഷയമേ ആയിരിക്കില്ല, എന്നാലും നമുക്കൊരു നമ്മുടെ റെസ്പെക്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇല്ലാണ്ടാവാണ്. കേട്ടിട്ട് കിട്ടിയിട്ടില്ല, അല്ലെ? അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സ് ഒക്കെ നേടിയെടുക്കുമ്പോ എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമ്പോ ഒരു പെർഫെക്റ്റ് ടീച്ചർ ആവാൻ നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ എന്തോ കുറവുള്ള ആൾക്കാരാണെന്ന് സ്വയം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സെൽഫ് റെസ്പെക്ട് കിട്ടൂല. അപ്പോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇനി എന്ത് വിധി വേണമെങ്കിലും മാറ്റിമറിച്ചോട്ടെ, ഈ കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണം. കഴിയും, ഉറപ്പായിട്ടും കേട്ടറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയും. അത് എങ്ങനെ നേരിടണം എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ നേരിടണം, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഇതൊക്കെ കൃത്യമായി അറിഞ്ഞ് സിലബസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി നമുക്ക് കേട്ടറ്റ് പാസ്സാവാൻ. കാരണം ടീച്ചേഴ്സാണ്, കുട്ടികളല്ല. എല്ലാ ബോധവും എല്ലാ ക്വാളിഫിക്കേഷനും നേടി ഇതിന്റെ ഈ അറബിക്കിന്റെയും നമ്മൾ പറയുന്ന അതേപോലെ ഈ ടീച്ചിങ് മെത്തഡോളജി ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ റൂമുകളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിരന്തരം അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രം മതി തെറ്റ് നേടാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ഒരുപാട് വർഷം പഠനമൊക്കെ ഉപേക്ഷിച്ചവര് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് എനിക്കിത് നേടണം, ആർക്കോ വേണ്ടി ഒരു നിയമത്തിന് പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം വന്നത് കൊണ്ട് നേടുന്ന ഒന്നായിട്ട് മാറ്റാതെ എനിക്ക് നേടണം അല്ലെങ്കിൽ എനിക്കത് വേണം എന്നുള്ള ഒരു വാശിയിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഹിമാലയം വരെ എത്രയോ പ്രായമുള്ള ആൾക്കാർ കയറി കീഴടക്കണുണ്ട്, മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഉള്ളവര്. ഇതൊന്നുമില്ല, നമുക്ക് 1 മണിക്കൂർ ഒരിടത്ത് മാറിയിരുന്നാൽ പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ കേട്ടിട്ട്. ഒരു ദിവസം 1 മണിക്കൂർ മാറിയിരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോ അത് മാത്രല്ല, വേറൊന്ന് പറയാനുള്ളത്, ഇവരുടെ ഈ ഒരു സിലബസും ക്ലാസ്സുകളും എയ്ഡഡ് സ്കൂളിൽ കയറിയ ഒരുപാട് വർഷമൊന്നും സർവീസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അടുത്ത PSC ക്കും കൂടി ട്രൈ ചെയ്യുന്ന രീതിയിൽ കേട്ടിട്ട് എന്നുള്ളത് നമ്മുടെ ആവശ്യകതയാണ്, അത് നമ്മൾ നേടണം. പ്ലസ് അടുത്ത PSC ക്കും കൂടി നിങ്ങളുടെ ഈ പഠനം നിങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു PSC എഴുതാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ നിന്ന് ഇറങ്ങണം,
ഞാനൊക്കെ എയ്ഡഡ് സ്കൂളിൽ നിന്ന് 5 വർഷം 6 വർഷം സർവീസ് ഉണ്ടായിട്ട് PSCയിലേക്ക് മാറിയ ഒരാളാണ്. അപ്പോ കിട്ടിയപ്പോ മാറി എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് ഇപ്പോഴും ഇഷ്ടം എൻ്റെ ആ പഴയ സ്കൂളാണ്. എന്നാൽ കൂടി ഇപ്പോഴത്തേക്ക് മാറുമ്പോ സത്യത്തിൽ നമുക്ക് വല്ലാത്തൊരു സെൽഫ് റെസ്പെക്റ്റും എവിടേക്കോ കാശ് കൊടുത്ത് കയറി എന്നുള്ള ഒരു കുത്ത് ഇല്ലാണ്ടാവുക ചെയ്യും. അതിനൊക്കെ ഈ പഠനം അല്ലെങ്കിൽ ഈ സിലബസ് ആപ്റ്റ് ആണ്. അതുകൊണ്ട് പഠിക്കുമ്പോ മനസ്സിരുത്തി പഠിക്കുക. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് താഹ ഹുസൈന ഹാഫിലൊക്കെ പഠിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്ത് കുന്തത്തിനാണ് ഇവരെയൊക്കെ പഠിച്ചിട്ട് ഇത് ഇവിടെ നിർത്തി. അതുകൊണ്ട് മര്യാദക്ക് പഠിച്ചിട്ടില്ല. ഈ സാധനം തന്നെ BEdന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും BEdന് മാത്രമല്ലേ എന്ന് ഓർത്ത് അപ്പോഴും പഠിച്ചില്ല മര്യാദക്ക്. ഇതേ കിടക്കടെ PGക്ക് പിന്നെ ആ സാധനങ്ങൾ തന്നെ. സോറി, എന്റെ ശൈലിയിലെ സാധനങ്ങൾ എന്നൊക്കെ വരും, ക്ഷമിക്കണം കേട്ടാ. എന്താണ് പറഞ്ഞാ, PGക്ക് പഠിക്കുമ്പോഴും ഇവരൊക്കെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഹാഫിൽ ഇബ്രാഹിമും താഹ ഹുസൈനും ഇംബ്ലുഗൈസ് അങ്ങനെയുള്ള കുറെ ആൾക്കാർ അപ്പോഴും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോഴും ഞാൻ ഓർത്ത് ഡിഗ്രിക്ക് പഠിച്ചില്ല, BEdന് നോക്കിയില്ല, പിന്നെ ഈ PGയുടെ സമയത്ത് എന്തിനാണ് ഇവരെ പഠിച്ച സമയം കളയുന്നത്, അപ്പോഴും മര്യാദക്ക് നോക്കിയില്ല. ആകെ പഠിച്ചേക്കുന്ന മര്യാദക്ക് ജിബ്രാൻ എന്തോ ആണ്, വേറെ ആരെയും മര്യാദക്ക് നോക്കിയില്ല. പക്ഷെ നെറ്റ് എന്നൊരു ചിന്ത തലയിൽ വന്നപ്പോ, കൊറോണയുടെ സമയത്ത് വെറുതെ ഇരുന്നപ്പോ, നെറ്റ് പഠിക്കാനിരുന്നപ്പോ ഇംബ്രുൽ കൈസ് തൊട്ടിട്ട് ജീവിതത്തിൽ കേൾക്കാത്ത, ഇനി അങ്ങനെ ഒരു പേരുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ആൾക്കാരെ പോലും കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് മര്യാദയ്ക്ക് ഡിഗ്രിക്ക് പഠിച്ചിരുന്നെങ്കിൽ ആ സമയം തൊട്ടുള്ള പഠനം മതിയാവില്ലേ ഇതിന് എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കണ്ട ഇതിന് മാത്രമാണല്ലോ, എന്നെ പോലെയുള്ളവരായിരിക്കും നിങ്ങളും, ഇതിന് മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കണോ, അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഈ കേട്ടിട്ട് നേടി കഴിഞ്ഞാൽ ഓരോ എക്സാമുകളായിട്ട് വെറുതെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തിട്ടല്ലോ. BEd കഴിഞ്ഞവരാണെങ്കിൽ നെറ്റ്, PG കഴിഞ്ഞവരാണെങ്കിൽ സെറ്റ് എഴുതിയെടുക്കാം, നെറ്റ് എഴുതിയെടുക്കാം. അപ്പൊ ഇതിനൊക്കെ ഒരു തുടക്കമാവട്ടെ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ ആവട്ടെ, കാരണം ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കേട്ടറ്റിന് ഞാൻ പറഞ്ഞ പോലെ ഒട്ടും പ്രിപ്പയർഡ് അല്ല, പക്ഷെ ഇൻഷാ അല്ലാഹ് ഇത് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കേട്ടറ്റിനെ കുറിച്ച് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് കേട്ടറ്റിന് ടോട്ടൽ 150 മാർക്കാണ്. അതായത് 150 ക്വസ്റ്റ്യൻസ് ആണ്, 150 മാർക്കാണ് ഉള്ളത്. നെഗറ്റീവ് ഇല്ല. ഇനി പാസ് മാർക്ക് ഇവിടെ 90 എന്ന് കൊടുത്തിരിക്കുന്നത് ജനറലുകാർക്കാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്. OBCക്ക് 82ആണ്. കാരണം കേരളത്തിലുള്ള മുസ്ലിംസ് എനിക്ക് തോന്നുന്നു ഓൾ ഓവർ എല്ലാവരും OBCക്കാരാണ് അല്ലെ. ബാക്കി അതർ പിന്നെ കേരളത്തിന് പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് മുസ്ലിംസ് ഒക്കെ ജനറലൊക്കെ പെടുന്നത്. കേരളത്തിൽ OBCക്കാരാണ്. അപ്പോ അവർക്ക് 82 മാർക്ക്, അതായത് നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് 82 മാർക്ക് മതി. നെഗറ്റീവ് മാർക്കും ഇല്ല. 150 ബാക്കി മുഴുവൻ തെറ്റിച്ചാലും അല്ലെങ്കിൽ പകുതി തെറ്റിച്ചാലും നമുക്ക് 82 മാർക്ക് കിട്ടിയാൽ ജയിക്കും. അപ്പോ അറിയാവുന്നതും തോന്നലുള്ളതൊക്കെ നമുക്ക് കറക്കി കുത്താന്ന് അർത്ഥം. പിന്നെ ഡിസബിലിറ്റി പേഴ്സണിന് 78 ആണ് പാസ് മാർക്ക് ഉണ്ടാവുക. അത് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ കേട്ടിട്ട് 4 കാറ്റഗറിയാണ് ഉള്ളത്. 1, 2, 3, 4. 1ഉം 2ഉം ജനറലുകാർക്കാണ്. അതാണ് നമ്മുടെ സ്കൂളിലുള്ള LP ടീച്ചേഴ്സ്, UP ടീച്ചേഴ്സിനൊക്കെയാണ് 1ഉം 2ഉം. പിന്നെ 3ഉം 4 ആണ് സബ്ജക്റ്റുകാർക്ക്. 3 ഉള്ളവർക്ക് 4 വേണ്ട എന്ന് പറയുന്നുണ്ട്. 3യേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് 4, കാരണം സിലബസ് കുറച്ചുകൂടെ കുറഞ്ഞതാണ് 4ൻ്റെത്. 3 ഭാഷ അധ്യാപകർക്കാണ്. ഈ 3 ഹൈസ്കൂൾ ടീച്ചേഴ്സിനും 4 LPക്കും UPക്കും ആണ്. പിന്നെ 3 ഉള്ളവർക്ക്, കാറ്റഗറി 3 ഉള്ളവർക്ക് 2ഉം 4ഉം വേണ്ടാന്ന് പറയുന്നുണ്ട്. അതായത് BEd പ്ലസ് കേട്ടറ്റ് 3 ഉള്ളവർക്ക് ജനറൽ UP ടീച്ചേഴ്സ് ആയിട്ട് പോലും അറബിക്ക് പഠിച്ചവർക്ക് പഠിപ്പിക്കാൻ പറ്റും. ഈ നിയമം വരുന്നതിന്റെ തൊട്ട് മുമ്പാണ് വെറുതെ കേട്ടറ്റ് 2 ഒക്കെ ഞങ്ങൾ കുറച്ച് പേര് എഴുതിയെടുത്തത്. അൽഹംദുലില്ലാഹ് എഴുതി എല്ലാവരും ആ സമയത്ത് കേട്ടറ്റ് 2 പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമേ ഇല്ല. നമുക്ക് ആവശ്യം 3ഉം 4ഉം ആണ്. 4 LP UP ടീച്ചേഴ്സിന്, ഹൈസ്കൂൾ ടീച്ചേഴ്സിന് 3ഉം. ഇനി ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്സ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കേട്ടറ്റിന് 3 പാർട്ടാണുള്ളത്. അതായത് നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ എഴുതിയിട്ടില്ലേ,
ഒറ്റ മാർക്കില് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് 50 മാർക്കിൽ തന്നെ 3 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് തന്നിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഇത് കേട്ടറ്റിന്റെ 150 മാർക്കിന് 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തരിക. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഈ ഒരു രാജ്യത്ത് നിന്ന് പോയിട്ട് കുറെ കാലമായി ടീച്ചർമാരെ ഇപ്പൊ ക്ലാസ് ഒന്നും എടുത്തു കൊടുക്കാറേയില്ല. കേട്ടറ്റിന് പ്രത്യേകിച്ച് PSC എന്തോ 1-2 ക്ലാസ് എടുത്തു കൊടുത്തതല്ലാതെ. അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സുകൾ വരും, ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊക്കെ ടീച്ചർമാരല്ലേ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിന് 3 പാർട്ടാണ് ഉള്ളത്. ഒന്ന്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി. ആ പെഡഗോജിയുടെ നമുക്കറിയാം, പെഡഗോഗി എന്ന സാധനമാണ് നമ്മൾ കേട്ടിട്ടെന്ന് കേൾക്കുമ്പോൾ റബ്ബി അതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും പെഡഗോജി എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? പെഡഗോഗിന്നും പെഡഗോജിന്നും പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. അപ്പോ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗിയാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തത്, നമ്മൾ ഏത് മീഡിയം, നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കും മീഡിയം ഏതാണ് എന്നുള്ളത്. അത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, ഈ 2 മീഡിയം നമുക്ക് തിരഞ്ഞെടുക്കാം. 2 മീഡിയത്തിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ഇനി ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തവർക്ക് ഇംഗ്ലീഷ്, നമ്മുടെ ഗ്രാമർ, അതേപോലെ ആ രീതിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് അനുബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കുക. സെയിം മലയാളം തിരഞ്ഞെടുക്കുന്നവർക്ക് മലയാള സാഹിത്യം, മലയാള വ്യാകരണമൊക്കെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മൂന്നാമത്തത് നമ്മുടെ ഓപ്ഷണലായ അറബിക്കാണ്. ഈ അറബിക്കിൽ തന്നെ നമ്മുടെ നഹ്വ്, ബലാ, അറൂലൊക്കെ അതേപോലെയുള്ള നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് സാധനങ്ങൾ ഒരു ഭാഗത്തും. ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടോ? പെഡഗോജി, മെത്തഡോളജി എന്ന് പറയണ വേറൊരു സാധനം ഉണ്ട്. പെഡഗോജി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഈ അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ പാർട്ട് ബി എന്നും പറഞ്ഞിട്ട് അത് വീണ്ടും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇൻഷാല്ല ഇവര് നിങ്ങൾക്ക് മോഡൽ എക്സാം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂട്ടോ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പഴയത് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുകയോ ഗൂഗിൾ ചെയ്ത് നോക്കിയാലൊക്കെ കിട്ടൂട്ടോ. ഇനി ഇത് നമുക്ക് ഒഴിവാക്കാം, കാരണം ഇത് കാറ്റഗറി 3ക്കും 4നും വേറെ വേറെയാണ്. അത് സെപ്പറേറ്റ് ഒരു പേജിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓരോ ടോപ്പിക്കും, അതായത് നമ്മുടെ ആ പാർട്ടുകൾ ഓരോന്നും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഒരു പാർട്ട് സ്കിപ്പ് ചെയ്ത് ആ പാർട്ടും കൂടി ഇപ്പുറത്തെ മാർക്കിന്ന് വാങ്ങാ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോണ്ടാ, നടക്കൂല. പിന്നെ സിലബസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാം. സിലബസ് ഒന്നുമില്ല മക്കളെ, അത് എന്താണ് പറയുന്നത്, ഭൂമിയുടെ കീഴിൽ അറബിക്കിന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ വെറുതെ ഈ സിലബസ് എന്നൊക്കെ വെറുതെ എന്താ പറയാ, എനിക്ക് തോന്നണില്ല ക്വസ്റ്റ്യൻസ് ഇടുന്നവരൊന്നും സിലബസ് അത്രയും നോക്കിയിട്ടാണ് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ അറബിക്ക് പഠിച്ച നമ്മൾക്ക് മലയാളം കടിച്ചാൽ പൊട്ടാത്ത, ജീവിതത്തിൽ മലയാളം ടീച്ചർ വരെയൊക്കെ കേൾക്കാത്ത ഗ്രാമർ ഒന്നും തരൂല. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയ PPT അല്ല. അതുകൊണ്ട് എന്റെ ഒരു ഹാവ് എ നോട്ട് ഫോർ കാറ്ററ്റ് അതൊന്നും ഞാൻ പറയൂല. കാരണം നെറ്റ് പഠിച്ചപ്പോഴും PSC പഠിച്ചപ്പോൾ എനിക്കൊരു പ്രോപ്പർ നോട്ടില്ല. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. നോട്ട് എഴുതി വെക്കുക, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു നോട്ട് പോലും ഇല്ല. എവിടെയെങ്കിലൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴുള്ള ഒരു പോയിന്റ് ഒക്കെ മറന്നു പോകുന്നിടത്ത് ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ എഴുതിയിടും എന്നല്ലാതെ പ്രോപ്പർ ആയിട്ടൊരു സ്ഥലമോ ഒരു നോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ടാവും. കൃത്യമായിട്ട് അട്ടിക്കണക്കിന് നോട്ട് എഴുതി പഠിച്ചവരും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്. പക്ഷേ ആ രണ്ടാമത്തത് നമ്മുടെ താല്പര്യത്തിന് ഒഴിവാക്കാം. പക്ഷെ ഈ 3ഉം 4ഉം 5ഉം മക്കളെ നിർബന്ധമായിട്ടും നമ്മൾ കൊണ്ടു നടക്കണം. മൂന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഈ PYQ ആണ്. നിങ്ങൾ തൊട്ട് മുമ്പ് ടീച്ചേഴ്സ് എഴുതിയ കേട്ടറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇപ്പോഴല്ല, അന്ന് എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം മൊത്തം PYQ ആണ്. അതായത് മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് മൊത്തമായിട്ട് ചോദിച്ചത്. ഡയറക്റ്റ് ആയിട്ടല്ല, ഓപ്ഷൻസ് മാറിയും മറിച്ചുമാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് എന്താണ്? PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ, എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നമ്മൾ SSLC കുട്ടികളോട് പറയാറില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ? നമ്മൾ ഏത് എക്സാമിന് എഴുതുന്ന കുട്ടികളോട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ നോക്കാൻ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എത്രത്തോളം ഈ PYQകൾ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിൽ നിൽക്കും. നമ്മളെ പോലത്തെ മനുഷ്യന്മാര് തന്നെയാണ് ക്വസ്റ്റ്യൻ എഴുതുന്നത്, അല്ലെ?
അപ്പോ ഈ PYQ ഒക്കെ ഒരു ടീം ഉണ്ടാക്കിയിട്ടൊക്കെ സ്കൂളിൽ ഇപ്പൊ 2 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് 2 പേർക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സബ് ജില്ലയിൽ കുറച്ച് പേര് മൈക്ക് കൂട്ടിയിരുന്നു കേട്ടോ. സബ് ജില്ലയിൽ കുറച്ച് പേരുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ബ്രൈറ്റിന്റെ ഗ്രൂപ്പിലുള്ളവര് കുറച്ച് പരിചയക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ വൈകുന്നേരങ്ങളിൽ ഒരു PYQ എടുത്ത് വെറുതെ വായിച്ചു നോക്കുക. അങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കുന്നത്. മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഒരു BBB എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐഡിയയിലുള്ള ആള് മ്യൂട്ട് ചെയ്യട്ടോ. അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതൊരു പ്രയാസം ഉണ്ടാക്കും കേട്ടോ. പിന്നെ അറ്റൻഡ് മോക്ക് എക്സാം കണ്ടിന്യൂസ്ലി. നിങ്ങൾക്ക് തരുന്ന ക്വിസും എക്സാമുകളും അറ്റൻഡ് ചെയ്യാം. ഇവര് തരുമ്പോ തന്നെ കുറെയൊക്കെ PYQ ആയിരിക്കും ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കി. കാരണം ഈ മേഖലയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ട്. കുറെ നാള് നമ്മൾ ഒന്നിന്റെ പിറകെ നടക്കുമ്പോ പിന്നെ അത് നമ്മളുമായിട്ട് ചേർന്ന് പോകുന്നല്ലേ. അപ്പോ കുറേ ഇങ്ങനെ ഇതിന്റെ പിറകെ നടക്കുന്നവർക്ക് അതാണ് ഈ കോച്ചിങ് കൊടുക്കുന്നവർ, ചില കോച്ചിങ് സെന്ററുകാരുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ PSC ചോദിച്ചെന്നൊക്കെ പറയില്ല. അത് അവരതിന്റെ പിറകെ നടന്ന് അവർ ആ രീതിയിലേക്ക് ആയി ഉണ്ടാവും. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് എക്സാമുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ റിവിഷൻ പിന്നെ ടീച്ചേഴ്സിനോട് ഞാൻ പറയണ്ട റിവിഷൻ എങ്ങനെ നടത്തണോ അതിന്റെ പ്രാധാന്യം ഞങ്ങളോട് പറയണ്ട. പക്ഷെ PYQ മോക്ക് ടെസ്റ്റ് അത് നിങ്ങൾ ബ്രൈറ്റ് അക്കാദമിയിൽ തരുന്നത് ക്ലിയർ ആയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി കാറ്റഗറി 3 എന്താണ്, 4 എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. കാറ്റഗറി 3 ഞാൻ പറഞ്ഞ പോലെ ആർക്കാണ്? ഹൈസ്കൂൾ ടീച്ചേഴ്സിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്കോളജി ഉണ്ട് അവിടെ എന്ന് പറഞ്ഞ ആദ്യത്തെ പാർട്ടായിട്ട്. അവിടെ ഏത് സൈക്കോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക? അഡോളസൻ സൈക്കോളജി. കാരണം നമ്മൾ 13+ അല്ലെങ്കിൽ 12+ ഉള്ള കുട്ടികളെയാണ് 13+ ഉള്ള കുട്ടികളെയാണ് എന്ത് പഠിപ്പിക്കുന്നത്? ഹൈസ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അഡോളസൻ കൗമാരപ്രായക്കാരുടെ സൈക്കോളജിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ ചൈൽഡ് സൈക്കോളജി പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും റബ്ബേ എന്താണ് ഈ അഡോളസൻസ്, അത് എങ്ങനെ പഠിച്ചിരും ചൈൽഡ്? ഒന്നുമില്ല മക്കളെ. അതെന്താണ്, നമ്മൾ വലിയ കുട്ടികളോട് പെരുമാറുന്ന രീതിയും 1-ാം ക്ലാസ്സിലെ കുട്ടിയോട് പെരുമാറുന്ന രീതിയും രണ്ടും രണ്ടല്ലേ. ആ സാധനം തന്നെയാണ് സൈക്കോളജി. ഇത് കുറേ ആൾക്കാർ എന്തൊക്കെയോ കണ്ടുപിടിച്ച് ഓരോ പേരിട്ട് തന്നതാണ്. അതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ടാണ് കേട്ടിട്ട് നിർബന്ധം ആവണം എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി അടക്കം നിൽക്കുന്നത് ഈ സൈക്കോളജിയുടെ ഒരു വിഷയം ഉള്ളത് കൊണ്ടായിരിക്കും മിക്കവാറും. കാരണം നമുക്ക് കുട്ടികളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നതാണ് അവരുടെയൊക്കെ വാദം. നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാറ്റഗറി 3 അഡോളസന്റ് സൈക്കോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഇത്രയും വർഷം 10-20 വർഷം സർവീസിലിരുന്ന, അതിനു മുമ്പും നമ്മൾ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ട്യൂഷൻ എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നമ്മളോടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറയണത്. നിങ്ങൾ ഉറപ്പിച്ചോ, ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ, കുറച്ചൊരു മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നു അത് മുഴുവനും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ക്ലാസ്സുകളിൽ എന്താണോ അപ്ലൈ ചെയ്യുന്നത് ആ സാധനമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അത് ഉറപ്പാണ്. നമ്മളൊരു നല്ലൊരു ടീച്ചർ ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ലാംഗ്വേജ്, അപ്പോ സൈക്കോളജി ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ടഫ്. നമുക്കത് ജീൻ പിയാഷിനെയും ഗാഗ്നറെ അങ്ങനെ കുറച്ച് പേര് നമുക്ക് കേൾക്കാത്ത പേരുകൾ 2-3 ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ പരിചയമാവും. അതൊരു കഥയിലൂടെ ഈ പാവ്ലോ ഒക്കെ പഠിക്കുമ്പോൾ പട്ടി പാവ്ലോ എന്നൊക്കെ കണക്ട് ചെയ്ത് ഞങ്ങൾ BEd പഠിക്കുന്ന സമയത്ത് പഠിക്കാറുണ്ട്, ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നുറുക്കോ വിദ്യകളിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിനും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും 40 മാർക്കിൽ ഒരു 20 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ അവിടെ 20 മാർക്കായിട്ടോ. നമുക്ക് ടോട്ടൽ വേണ്ടത് 82 ആണ്. ബാക്കി എത്ര വേണം? 62 വേണം കേട്ടോ. ഇനി സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും നമ്മുടെ മാതൃഭാഷയാണ്, ആ മലയാളം നമുക്ക് എടുക്കാം. പക്ഷെ മക്കളെ, ഇംഗ്ലീഷിനേക്കാളും നല്ല ടഫാണ് മലയാളം. ഇംഗ്ലീഷ് കുറച്ചൊരു ബേസിക്കുള്ള എല്ലാവരും ഇംഗ്ലീഷ് എടുക്കുന്നതാണ് ബുദ്ധി എന്ന് വിചാരിച്ചിട്ട് ചാടി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് എടുക്കരുതിട്ടൊന്നും കളിയാക്കുന്നതല്ല. കാരണം ഇംഗ്ലീഷിൽ ഗ്രാമർ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് അറിയുന്നതായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോ അറിയാലോ എന്താ അവസ്ഥ ഉണ്ടാകാൻ. മലയാളം നമ്മൾ എളുപ്പമാണെന്ന് വിചാരിക്കുമ്പോൾ മലയാളം ഗ്രാമറും അതിൽ
വേർഡുകളൊക്കെ ഇത്തിരി പാടാണ്, പഠിച്ചെടുത്ത എളുപ്പമാണ്. അപ്പോ അതിലൊരു 30 മാർക്കാണ്. അത് സാധാരണ മലയാളം എടുത്തവരും ഇംഗ്ലീഷ് എടുത്തവരും ഒരു 30-ൽ 27, 26, 25 സ്കോർ ചെയ്യാറുണ്ട്. അത് പഠിച്ചതിന് എളുപ്പമാണ്. പൊതുവെ ഇംഗ്ലീഷ് ആണ് കേട്ടോ എളുപ്പം. അത് നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ചിട്ട് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക, അതേപോലെ മലയാളം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കാറ്റഗറി 3യിൽ 30 മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു 25 സ്കോർ ചെയ്താൽ 20, 25, 45 മാർക്ക് നമ്മൾ അവിടെ തന്നെ മേടിക്കുകയാണ്. പിന്നെ അറബിക്കിൽ ഞാൻ പറഞ്ഞ പോലെ 80 മാർക്കാണ്. അതിൽ പാർട്ട് എ നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് 50 മാർക്കും, പിന്നെ ഞാൻ പറഞ്ഞ പെഡഗോജി മെത്തഡോളജി ഏരിയയിൽ 30 മാർക്കും പാർട്ട് ബിയിൽ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ. എന്റെ കാറ്റഗറി 4 ആവുമ്പോ നമ്മൾ അവിടെ പറഞ്ഞു സൈക്കോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും കൂടി 40 മാർക്കിനാ വരിക എന്ന് പറഞ്ഞു. പക്ഷെ കാറ്റഗറി 4 ആവുമ്പോൾ അത് 30 മാർക്കിനായി, 30 ക്വസ്റ്റ്യൻസ് ആയി, കുറച്ചുകൂടെ എളുപ്പമായി. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് 40 മാർക്കിനായി, അവിടെ 37, 36 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എളുപ്പമായി. ഇവിടെ വരുമ്പോ ഈ മെത്തഡോളജി ഒക്കെ വരുമ്പോ എന്താണ് സംഭവിക്കുക, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എങ്ങനെയാണോ, 3-ാം ക്ലാസ്സിലൊക്കെ നമുക്കറിയാം നമ്മളൊരു കവിത പഠിപ്പിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്, 1 മുതൽ 4 വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നമ്മൾ കവിത പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തുദ്ദേശത്തിലാണ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. എന്താണ് പറഞ്ഞോ? നമ്മള് എല്ലാ ക്ലസ്റ്ററും നമ്മൾ കേൾക്കുന്നതാ. എന്തുദ്ദേശത്തിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്, LPയുടെ ടെക്സ്റ്റ് ബുക്കില് കവിത കൊടുത്തിരിക്കുന്നത്? യെസ്, അതാണ്, ആസ്വാദനം മാത്രാണ് അല്ലേ? ആസ്വാദനം മാത്രമാണ്. ആ ലെവലില് ഉള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. എന്തിനാണ് കവിത പഠിപ്പിക്കുന്നത്? അപ്പോ നമുക്ക് ഉണ്ടാവും പിന്നെ ഷറഹ് മനസ്സിലാക്കാൻ, മായന മനസ്സിലാക്കാൻ, അതിന്റെ വിവരണം ബയാൻ എഴുതാൻ, ആസ്വാദനം, നമുക്ക് ആൻസർ കിട്ടും. കാറ്റഗറി 4ന്റെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ആൻസർ എന്താണ്? ആസ്വാദനമാണ്. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ കവിത പഠിപ്പിച്ചു കൊടുക്കുന്നത് ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ കാറ്റഗറി 4ന് വരിക. ഇതിന്റെ സിലബസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പോവാട്ടോ. ഇത് നിങ്ങൾ തരുമ്പോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞു. എന്താണ് കാറ്റഗറി 4ന് വരിക? നമുക്ക് ഒരുപാട് ആൾക്കാർ കാറ്റഗറി 4ന് അപ്ലൈ ചെയ്യേണ്ടവരാണ്, ആ എക്സാമിന് വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ്. നോക്കിയേ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അതേപോലെ ചൈൽഡ് ശിശു വികാസം, പേഴ്സണാലിറ്റി, അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്തിൽ വരിക, നമ്മുടെ സൈക്കോളജിയിൽ വരിക. ഗൈഡൻസ്, വിലയിരുത്തൽ, മൂല്യനിർണ്ണയം, നമുക്കറിയാലോ ഇവാലുവേഷൻ എക്സാം എടുത്തതൊക്കെ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗൈഡൻസ് എന്താണ്? നമ്മൾ ക്ലാസ്സുകളിൽ കൊടുക്കുന്ന ഗൈഡ്, നമ്മൾ പുറത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നമ്മൾ പിയർ ഗ്രൂപ്പ് ആക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തിരിക്കും, അങ്ങനെയൊക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവം. പാഠ്യപദ്ധതി, അധ്യാപകര്, ഇതൊക്കെ, അതായത് നമ്മൾ എന്താണ് ക്ലാസ്സുകളിൽ ഇത്രയും നാൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസിൽ വരിക. അതുകൊണ്ട് കേട്ടിട്ടൊരു കിട്ടാത്ത സാധനമാണെന്ന് ആരും വിചാരിക്കേണ്ട, എല്ലാവർക്കും കിട്ടും. പിന്നെ കാറ്റഗറി 3യിലെ അഡോളസന്റ് സൈക്കോളജി, തിയറി ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞത് 40 ക്വസ്റ്റ്യൻസ്. ഇതിൽ അഡോളസന്റ് സൈക്കോളജിയിൽ 10 ക്വസ്റ്റ്യൻസ് വരും. അത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സിലബസ് കുറച്ചൊരു ക്ലാസ് കഴിഞ്ഞിട്ട് മാത്രം സിലബസിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പ്രിലി പഠിച്ചവർ അല്ലെങ്കിൽ ബി എഡ് പഠിച്ച് മറന്നവർക്ക് പോലും ഈ സാധനങ്ങൾ ഇഷ്ടമല്ല. അപ്പോ പ്രിലി പഠിച്ചു പോയവര് അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞവർക്കൊക്കെ ഇത് കാണുമ്പോൾ ടെൻഷനാവും. അതുകൊണ്ട് സിലബസ് ഇപ്പൊ തന്നെ കാണാപ്പാടിൽ ഇരുന്ന് പഠിക്കേണ്ട. സാധാരണ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ പറയാറ് സിലബസ് പഠിച്ചിട്ട് മാത്രമേ പാഠത്തിലേക്ക് കിടക്കാൻ പറ്റൂ എന്നാണ് പറയാറ്. പക്ഷെ ഇത് കാണുമ്പോൾ ടെൻഷൻ ആവുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ എങ്ങനെ, ഈ അഡോളസൻസും നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സും മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അഡോളസ്, ഇതൊക്കെ എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾ ഈ വശമേ നോക്കണ്ട. ഇതൊക്കെ എളുപ്പമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സിലബസിലേക്ക് നോക്കിയാൽ മതി. ഇതൊക്കെ ലേണിംഗ് തിയറീസ് ആണ്. ഇതൊക്കെ എളുപ്പമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും വരുമൊന്നുമില്ല. നമുക്കിത് ക്വസ്റ്റ്യൻസ് പറയുന്ന സ്ഥലത്ത് ഇത് മനസ്സിലാവും കേട്ടോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ നോക്കിയേ, ടീച്ചിങ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ആ പഠിപ്പിക്കലായിരുന്നു. നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമുക്കറിയാം. സ്റ്റെപ്സ് ഇൻ ടീച്ചിങ്
നമുക്കറിയില്ലേ? അറിയാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടീച്ചിങ് നമുക്കറിയില്ല എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് എഫക്ട് ചെയ്യാന്നുള്ളത്. ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ലേണർ നീഡ്സ് നമുക്കറിയില്ലേ? നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ആവശ്യം എന്താണ്, ആ കുട്ടിക്ക് എങ്ങനെ പഠിപ്പിച്ചാലാണ് മനസ്സിലാവാന്നുള്ളത് നമുക്കറിയില്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ വരിക. നോക്കിയേ, ക്രിയേറ്റിംഗ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് സിറ്റുവേഷൻസ്, എഫക്റ്റീവ് ടീച്ചർ, പ്രോഗ്രസീവ് ടീച്ചർ, ടീച്ചിങ് സ്റ്റൈൽ. നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ടീച്ചിങ് മെത്തേഡും സ്റ്റൈലൊക്കെ വേറെ വേറെയാണ്. ഇതൊക്കെ നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അത് ചെയ്യാം. അതേപോലെ നമുക്കറിയാം ടീച്ചർ റോൾസ്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. സിലബസിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഒരു ടീച്ചറെ റോള്? മോട്ടിവേറ്റർ ആണ് അല്ലേ? നമ്മൾ മോട്ടിവേറ്റർ ആണ്. എടാ ഓടടാ നമ്മൾ പറയാറുണ്ട്. എടാ എഴുതടാ, ശരിക്കും എഴുതടാ, നിനക്ക് പറ്റൂടാ നമ്മൾ പറയാറില്ലേ? മോട്ടിവേറ്റർ ആണ്. ഫെസിലിറ്റേറ്റർ ആണ്, ഡെമോക്രാറ്റിക് ലീഡർ ആണ് അല്ലെ? നമുക്ക് എല്ലാ കുട്ടികളും ക്ലാസ്സിലുള്ളത് ഒരുപോലെയാണ് അല്ലെ? അങ്ങനെ ആയിരിക്കണം ഒരു ടീച്ചർ. അല്ലെങ്കിൽ വെളുത്തതോ കറുത്തതോ നമ്മൾ പല പഴയ ടീച്ചർമാരിലും ഉണ്ട് എന്ന് നമുക്ക് കേട്ട് കേൾവിയും കുറെ പേർക്ക് അനുഭവമുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ? ഒരു പഠിക്കുന്ന കുട്ടിയെ കണ്ടാൽ 24 മണിക്കൂറും അവളുടെ പേര് പറയാ, എന്തിനും അവളെ വിടുക, അങ്ങനെയല്ല ടീച്ചർമാരുണ്ടായിരിക്കേണ്ടത്. അതേപോലെ ഗൈഡ്, ഒരു ടീച്ചർ നല്ല ഗൈഡ് ആയിരിക്കണം. ഒരു കുട്ടി വഴിതെറ്റി പോകുമ്പോ, അല്ലെങ്കിൽ ഒരു കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചറാണ് ഒരു കുട്ടിയെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ടീച്ചർക്ക് ഒരു കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചില്ലറയൊന്നല്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടികൾ പോലും ടീച്ചർ പറഞ്ഞാൽ അനുസരിക്കും. പ്രത്യേകിച്ചും ഈ ഹൈസ്കൂളിലെ ടീച്ചേഴ്സിന് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ തെറ്റിൽ നിന്ന് തിരുത്താനും എന്റെ അഭിപ്രായത്തിൽ ഒരു 80% ടീച്ചർമാർക്കും കഴിയും. എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? ഇന്നത്തെ നിയമങ്ങളും പ്രശ്നങ്ങളും നൂലാമാലകളും പേടിച്ചിട്ടാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ടീച്ചർമാർ പേടിക്കരുത് എന്നാണ്. ആ കുട്ടികളെ ഒരാളെ നമ്മൾ ഒരു വാക്ക് കൊണ്ട് നേരെ നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട്, അല്ലാണ്ട് കഷ്ടപ്പെട്ട് ജോലിയല്ല ടീച്ചർ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ടീച്ചിങ് എന്നൊരു പ്രൊഫഷൻ. നമ്മളൊക്കെ മരണം വരെ വിളിക്കാൻ കേൾക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ടീച്ചർ ടീച്ചർ എന്നുള്ള ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചർ ജോലി എടുത്തവരെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് എടുത്തൊരു പ്രൊഫഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ഗൈഡ് ആയിരിക്കണം, കൗൺസിലർ ആയിരിക്കണം അല്ലെ? കുട്ടികളുടെ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ചില കുട്ടികൾ വീട്ടിൽ പോലും പറയാത്ത കാര്യങ്ങൾ നമ്മളെ അടുത്ത് വന്ന് പറയും. LP പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയാം, രാവിലെ തന്നെ നമ്മളെ കാണാൻ, പ്രത്യേകിച്ച് അറബി ടീച്ചേഴ്സിനാ, എവിടുന്നെങ്കിലും ഓടി വന്ന് നമ്മളുടെ നമ്മൾ സ്കൂളിലേക്ക് കയറുന്ന കണ്ടാൽ മതി, നമ്മളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനും നമ്മളെ ഒരു മണവാട്ടിയെ പോലെ ആനയിക്കാനൊക്കെ. എനിക്കൊക്കെ അറബിക്ക് പഠിക്കാത്ത കുട്ടികൾ വരെ കല്യാണാലോചനയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അമ്മാവന്റെ മോനെ കൊണ്ട് കെട്ടിക്കണം, എന്റെ ചേട്ടനെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അത് അവരുടെ സ്നേഹമാണ്, അല്ലാതെ അവർക്ക് കെട്ടിക്കണം, അവർക്ക് ഒന്നും അറിയില്ല. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ എന്റെ അമ്മയുടെ പാർലറിൽ വരണോട്ടോ ടീച്ചർ, കുറച്ചുകൂടെ സുന്ദരിയാക്കിയിട്ട് വേണോട്ടോ ടീച്ചർ. കല്യാണം ആരുടെ എന്റെ മാമന് ബൈക്ക് ഉണ്ട്, 25 ബൈക്ക് ഉണ്ട് ഇട്ട്, അതൊക്കെ ആവുമ്പോ പറയും. എന്നിട്ട് അവസാനം ഞാൻ പച്ചക്കൊടി കാണിക്കാത്ത അച്ഛമ്മന്റെ വിറകടക്കുണ്ടായി കെട്ടിക്കണമെന്നും പറഞ്ഞ്. അതൊക്കെ എന്ന് വെച്ചാൽ കുട്ടികളുടെ അവർക്ക് അറിയില്ല, പക്ഷെ അവരുടെ സ്നേഹമാണ്. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടീച്ചർ ആവണം. നമ്മൾ എന്തോരം പേര്, ഞാൻ നിങ്ങളോട് പറയണ്ട, കാരണം നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്. PSC കുട്ടികളൊന്നും അല്ലല്ലോ മോട്ടിവേഷൻ തരാൻ. പിന്നെ മെന്റർ ആണ് നമ്മൾ അല്ലെ? ടീച്ചറും മോട്ടിവേറ്ററും മെന്ററാണ്. അതേപോലെ സോഷ്യൽ എഞ്ചിനീയറും കൂടിയാണ് ഒരു ടീച്ചർ. ഇതൊക്കെ ഒരു ടീച്ചറെ റോളാണ്. ഇത് ക്വസ്റ്റ്യൻസിൽ വരും, ഈ സാധനം ക്വസ്റ്റ്യൻസിൽ വരും. ഇതൊന്നും നമുക്ക് ആരും പഠിപ്പിച്ചു തരണ്ട അല്ലെ? ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ചെയ്യും. പിന്നെന്താണ്? മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്. ഇത് ഇവര് വേണം നമ്മളെ പഠിപ്പിക്കാൻ? വേണ്ട. നമുക്കറിയാം ഏത് മെത്തേഡിൽ ഏത് ടെക്നിക്കിലൂടെ പിള്ളേരെ പഠിപ്പിക്കണം നമുക്കറിയാം. 1ാം ക്ലാസ്സിൽ കയറുമ്പോ തന്നെ നമുക്കറിയാം വാഹിദ് ഇസ്ലാനി എല്ലാ ദിവസവും രാവിലെ ഒന്ന് പാട്ട് പോലെ പാടി നോക്കി. ഒരാഴ്ച കൊണ്ട് പിള്ളേര് 100 വരെ എണ്ണാൻ പഠിക്കും അല്ലേ? നിങ്ങൾക്കറിയാം. നമ്മൾ LP തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അലിഫും അല്ലേ എന്താണ് അതന്നെ, നമ്മളാ പാടി നടക്കുമ്പോ അറിയാതെ അവരക്ഷരങ്ങൾ പോണില്ലേ? നമ്മൾ വെറുതെ ക്ലാസ്സിൽ കയറുമ്പോ ഈ ഒരു എന്താ പറയാ, ടിപ്പിക്കൽ ടീച്ചറെ പോലെ സ്വഭാവ ഹെയർ അല്ലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എല്ലാരും വന്നിട്ടുണ്ടോ ബുക്ക് എടുക്ക, അതൊന്നും പറയാണ്ട് ഒന്ന് വെറുതെ ഒന്ന് തുള്ളിക്കളിച്ചും ചാടിക്കളിച്ചും പാട്ടൊക്കെ പാടി ഇങ്ങനെ ഒന്ന് കയറി നോക്കി. അറബി പഠിക്കാത്ത പിള്ളേര് പോലും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങൂല.
അപ്പോ നമുക്കറിയാം മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ആരും പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ലേണർ സെന്റർ ടീച്ചിങ് സ്ട്രാറ്റജീസ്, നമുക്കറിയാം ഒരു കുട്ടിയെ എന്താ പറയാ സെന്റർ ആക്കിയാൽ തർക്കീസ് ചെയ്ത് നമുക്കറിയാം അവരെങ്ങനെ പഠിപ്പിക്കണം നമുക്കറിയാം. പ്രൊജക്ട് കൊടുക്കാൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ആക്ടിവിറ്റി, കോഓപ്പറേറ്റീവ് ലേണിംഗ്, സെമിനാർസ്, ഡിബൈറ്റ്സ്, ഇതൊക്കെ നമുക്കറിയണതാ. അതേപോലെ എഫക്റ്റീവ് യൂസ് ഓഫ് ICT, അതേപോലെ ഓഡിയോ AV എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇംപ്രവൈസേഷൻ, ഇതൊന്നും നമ്മളോട് ആരും പറഞ്ഞു തരണ്ട. ഇതാണ് ക്വസ്റ്റ്യൻസിൽ വരിക. പിന്നെ നോക്കിയേ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ, നമ്മൾ നടത്തേണ്ട ക്ലാസ് ടെസ്റ്റുകളും കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതൊക്കെ എക്സാമുകള്, ക്ലാസ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, പാഠം എടുത്ത് കഴിയുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇടയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഇവാലുവേഷനിൽ വരുന്നതാണ്. ഇതൊന്നും നമ്മൾ ആരും പഠിപ്പിക്കുന്ന കാര്യമില്ല. ഇതൊക്കെ വെറുതെ, നിങ്ങൾ നോക്കിയേ, വെറുതെ ടെറ്റ് എന്നും പറഞ്ഞ് സിലബസ് ആദ്യം കാണിച്ചെന്ന് എല്ലാ വർഷം 3 തവണ 500 രൂപ വാങ്ങാനുള്ള ഒരു സാധനം മാത്രമാണ് ഈ സിലബസിൽ കൊടുത്തേക്കണേ. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇമോഷണൽ മെച്യൂരിറ്റി, നമുക്ക് എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് അളക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ലോക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അതുപോലെ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്നൊക്കെ പറയുന്ന കുറെ കാര്യം, ഓരോ പ്രൊഫഷണലിനും ഓരോ എത്തിക്സ് ഉണ്ട്. നമ്മൾ സാധാരണ ഡോക്ടേഴ്സിൽ കേട്ടിട്ടുണ്ട് പ്രൊഫഷണൽ എത്തിക്സിന് എതിരാണെന്നൊക്കെ. ഈ ടീച്ചർമാർക്കും ഉണ്ട്. അപ്പോ അതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരിക. പിന്നെന്താ വരിക? അണ്ടർസ്റ്റാൻഡിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് NCF നാഷണൽ കരിക്കുലർ ഫ്രെയിം 2005, KCF കേരള കരിക്കുലർ, അതന്നല്ലേ 2007, ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അതൊക്കെ ചോദ്യങ്ങൾ. അതൊന്നും അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ പഠിക്കണോ, അതിൽ നിന്നൊന്നും ചോദ്യം വരാറില്ല മക്കളെ. ഒന്ന് ചോദിച്ചാലായി, വെറുതെ രസത്തിന് കൊടുക്കണേ. അപ്പോ ഒന്നാമത്തെ പാർട്ട് അവിടെ കഴിഞ്ഞു, നമ്മൾ പാസ്സായിട്ടോ. ഒന്നാമത്തെ പാർട്ടിൽ ഒന്നുമില്ല, നമ്മുടെ ക്ലാസ്സിൽ കൊടുക്കുന്ന സാധനമാണ്, നമ്മൾ പാസ്സായി. ഓൾറെഡി നമ്മൾ പാസ്സായി. 30 മാർക്കിൽ അല്ലെങ്കിൽ 40 മാർക്കിൽ 25 30 നമ്മൾ വാങ്ങി. പോട്ടെ, 30 വേണ്ട, 15 തെറ്റിക്കോട്ടെ, 25 നമ്മൾ അവിടെ വാങ്ങിട്ടോ. ഇനി മലയാളത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കി അവതാരണം, ഗദ്യം അവതാരണം ചെയ്യല്. ഒന്നുമില്ല മക്കളെ, പാരഗ്രാഫ് എന്നിട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യില്ല. ആ സാധനമാണ് ഈ അവതാരണം, ഗദ്യം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് പാരഗ്രാഫ് വായിച്ചു നോക്കുക. നിങ്ങൾ വിചാരിക്കണ്ട, പണ്ട് നമ്മൾ ഹിന്ദിക്കും ഇംഗ്ലീഷിലും മലയാളത്തിനൊക്കെ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻസിലുള്ള വേർഡ് മേലത്തെ പാരഗ്രാഫിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കും. എന്നിട്ട് അതിന്റെ ബാക്കിലും മുന്നിലും നിൽക്കുന്നതായിരിക്കും ആൻസർ ഉണ്ടാവും. ഒന്നല്ല ബാക്കിൽ അല്ലെങ്കിൽ മുന്നിൽ. അങ്ങനെയല്ലേ നമ്മള് ക്വസ്റ്റ്യൻസ് ഇതുവരെ എഴുതിക്കൊണ്ടിരുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ. ഇതങ്ങനെയല്ല, കുറച്ചൊന്ന് ഒരു ടീച്ചർ ലെവലില്, നമ്മളൊക്കെ ടീച്ചേഴ്സ് ആണ് എടാ, ഓക്കെ, നമ്മൾക്ക് ടീച്ചേഴ്സ് ആണ്. അല്ലെങ്കിൽ കേട്ടറ്റ് എന്ന് പറയുന്നത് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാള് ടീച്ചർ എന്നൊരു പ്രൊഫഷനിലേക്ക് കടക്കാൻ വേണ്ടി നടത്തുന്ന എക്സാം ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഇത്തിരി ഒന്ന് ടഫായിരിക്കും. പക്ഷെ മലയാളത്തെ ഇഷ്ടപ്പെടുന്ന, മലയാളം നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 4 മാർക്കെങ്കിലും എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ അത് ടഫാണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. ഒരു ഇച്ചിരി പൊടിക്ക് ടഫാണ്. പിന്നെ പദ്യം, സെയിം അവതാരണം നടത്തല്. പദ്യം തന്നിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, അത് തന്നെയാണ്. അത് അറബിക്കിലും ഉണ്ട്, ഇംഗ്ലീഷിലും ചോദിക്കും, മലയാളത്തിലും ചോദിക്കും. സെയിം സാധനം തന്നെ, പക്ഷെ മലയാളം ആകുമ്പോൾ ഒരു ഇച്ചിരി പൊടിക്കൊന്ന് ടഫാണെന്ന് അർത്ഥം. ഇനി ആശയവിനിമയമാണ്, വാക്യശുദ്ധി. അതേപോലെ നമ്മൾ ഒരു വാക്യം തന്നതിന് ചില സെന്റൻസുകളിൽ പരസ്പരം അവർ തമ്മിൽ ഒന്നിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് കളക്കും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ വാക്യശുദ്ധി ഉണ്ടാവും, അർത്ഥം, അത് നമുക്ക് സിലബസ് പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ പഴഞ്ചൊല്ലുകള്, ശൈലികള്, പിന്നെ അത് പര്യായ പദങ്ങള്, ഓപ്പോസിറ്റ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതേപോലെ നോവൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ മലയാളം കുറച്ച് എളുപ്പമായിരുന്നു. പിന്നീട് എന്തായി, നോവൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മളൊക്കെ പുസ്തകം വായിക്കാൻ വളരെ പിന്നിലുള്ള ആൾക്കാരാണ്. അപ്പൊ നോവൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് മലയാളം കുറച്ചുകൂടെ ടഫായത്. ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 5 മുതൽ 10 വരെയുള്ള SCERTയുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, മലയാളം ഫസ്റ്റും സെക്കൻഡും, അത് വായിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് മലയാളത്തില് ഒരു 40-ൽ 36 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും.
ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഗ്രാമറുകളും കവിതകളും സാഹിത്യകാരന്മാരുടെ അധിപന്മാരുടെ പേരുകളും അവരുടെ വിളിപ്പേരുകളും പേരുകളും അങ്ങനെയൊക്കെയുള്ള പര്യായ പദങ്ങള് പഴഞ്ചൊല്ലുകൾ അതൊക്കെ ടെക്സ്റ്റ് SCERTയുടെ 5 തൊട്ട് 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ കാണാറുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പിന്നെ ഉണ്ടാവുക കറണ്ട് അഫയേഴ്സ് ആണ്. അതേപോലെ മലയാള സാഹിത്യത്തില് കറന്റ്ലി ആർക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പുസ്തകങ്ങൾ ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിൽ ഉണ്ടാവുക. ഇംഗ്ലീഷ് നിങ്ങൾ നോക്കിയേ, ആ മലയാളം അത്രയും കൊടുത്തിട്ട് ഇംഗ്ലീഷ് ആകെ എന്താ ഉള്ളത്? കോംപ്രഹെൻഷന്, എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, ഈ 3 എണ്ണം വെച്ചിട്ടാണ് മാർക്ക് ഉണ്ടായിരിക്കുക. അതിൽ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്നതിൽ നമുക്കറിയാം ഓപ്പോസിറ്റ്സും സിനോണിംസും ഫോറിൻ വേർഡ്സ്, കൺഫ്യൂസ്ഡ് വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. എളുപ്പമാണ്. മലയാളത്തെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് എളുപ്പമാണ്. പിന്നെ ഗ്രാമറിൽ സെന്റൻസ് സ്ട്രക്ചർ, ഫ്രേസസ്, ക്ലോസ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, ടെൻസ്, കോൺകോഡ്, പ്രിപ്പോസിഷൻസ്, അത് നിങ്ങൾ ടീച്ചർമാർക്ക് കേൾക്കുമ്പോൾ ഭ്രാന്ത്. ഇവിടെ അറബി കേൾക്കുമ്പോൾ തന്നെ പേരെ പ്രാന്താണ്, അതിൻ്റെ കൂടെയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഒരു കുഴപ്പമൊന്നുമില്ല. മലയാളത്തെക്കാളും എളുപ്പം ഇപ്പോഴും പറയുന്നത് ഇംഗ്ലീഷാണ്. പക്ഷെ ഞാനൊക്കെ മലയാളം കേട്ടോ എഴുതിയത്, അത് വേറെ കാര്യം. ഇംഗ്ലീഷ് വായിച്ചാൽ തീരുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അറബിക്കില് താരീഖുൽ അദബ്, ബലാ, നഹ്വ്, അദബുൽ ഹിന്ദ്, തർജുമാരി, ബലായി നഹ്വൊക്കെ പഠിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെ അഫ്സൽ നമുക്കും ചേരൂലായിരുന്നു. +1 അറബി എടുക്കുമായിരുന്നു. ഈ ബലായി നഹ്വ് എന്നുള്ളത് ഏകദേശം ആൾക്കാർ, ഞാനൊക്കെ കുറെ പ്രാഗിയിട്ടൊക്കെ പഠിച്ച സാധനമാണ് ഈ നഹ്വൊക്കെ. എന്ത് ചെയ്താ കേറൂല. എന്താ അദബില് ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളില് എന്തെങ്കിലും ഈ ജരീറിനൊക്കെ എത്ര മക്കളുണ്ട്, ജാഹിലിന്റെ ഒക്കെ കണ്ണ് എത്ര വലിപ്പുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ കിട്ടും. ഏത് പുസ്തകത്തിലുള്ള എന്നൊക്കെ പറയും. പക്ഷെ നഹ്വ് ബല നമ്മളെ എത്ര പഠിച്ചാലും അങ്ങോട്ടങ്ങ് ആർക്കും എന്നെ ഒന്നും അങ്ങനെ പിടിക്കണില്ല അവർക്ക്. അപ്പോ നഹ്വും ബലായാണ് ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് ലേഡീസിനും കേട്ടോ കുറച്ചൊരു ടഫായിട്ട് തോന്നുക. അദബും ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചെടുത്ത് പോവും. അപ്പൊ നഹ്വും ബലായക്കും നിങ്ങൾ കുറച്ചൊരു സമയം കണ്ടെത്തുക. ബലായെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കേട്ടിട്ടിനൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ്, ടെക്സ്റ്റിലുള്ള ഉദാഹരണം അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. സാധാരണ ബലായയിലെ ഒരു 70% ചോദ്യങ്ങളും ടെക്സ്റ്റിലുള്ള ഉദാഹരണങ്ങളാണ് ചോദിക്കാറുള്ളത്. അപ്പോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ അറബിയിലുള്ള ഞാനിത് വായിച്ചിരുന്നില്ല, സിലബസ് കുറച്ചുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞില്ലേ ആദ്യത്തെ ചൈൽഡ് സൈക്കോളജിയും അഡോളസെന്റ് സൈക്കോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ വരുന്ന ഒരു പാർട്ട് ഉണ്ടെന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വെറുതെ ഒരു മോഡലാണ്. നിങ്ങൾ പിയാഷേനെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിയാഷെ എന്ന് പറയുന്ന ഒരാളുണ്ടായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വെറുതെ വായിച്ചു നോക്കിയേ. പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് സമൂർത്ത ചിന്തന ഘട്ടം എന്നത് ഏതാണ്? എന്താണ് ഇത് ചോദ്യം? നിങ്ങളൊന്ന് ആലോചിക്കുക ഈ ചോദ്യത്തിന്റെ കടുപ്പം. ഇത് കാറ്റഗറി 4കാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് തൊട്ടിപ്പുറത്ത് എന്ത് വന്നിരിക്കുന്നത്? ഇംഗ്ലീഷില് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കാറ്റഗറി 3കാർക്ക് മലയാളം ഉണ്ടാവില്ല കേട്ടോ, ഓൺലി ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോ നിങ്ങൾ ഈ ഒരു മലയാളം വായിച്ചിട്ട് കിട്ടാണ്ടിരിക്കും, നിങ്ങൾ ചിന്തിക്കുക ഈ സമൂർത്ത ചിന്തനഘട്ട. അപ്പൊ നിങ്ങൾ നോക്കിയേ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ പിയാഷെക്ക് ഒരു തിയറി ഉണ്ട്. അയാള് ഒരു സ്വിസ് സൈക്കോളജിസ്റ്റ് ആണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഈ പിയാഷെയുടെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു തിയറിയിലുള്ള എത്രയാണ് 4 സ്റ്റേജ് ഉണ്ട് എന്നാണ് പിയാഷെ അവകാശപ്പെടുന്നത് കേട്ടോ. 4 സ്റ്റേജ് നിങ്ങൾ കേട്ടോ. പിയാഷെ പറയുന്നത് ഒരു കുട്ടിക്ക് 4 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. എന്താണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. അത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ആദ്യത്തെ ഓപ്ഷൻ അതാണ്, ബർത്ത് ടു 2 ഇയേഴ്സ്. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ഏത് എന്നല്ല ചോദ്യം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോ ഈ സെൻസറി മോട്ടോർ സ്റ്റേജില് ഒരു കുട്ടി എന്താണെന്നാണ് പിയാഷെ പറയുന്നത്? സീയിങ്, കണ്ടുകൊണ്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മേനൊക്കെ കാണുമ്പോൾ പറയാൻ പറ്റും. ടച്ചിങ്, അതേപോലെ സക്കിങ്, അങ്ങനെയൊക്കെയാണ് കുട്ടികൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക.
ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാലോ 2 വയസ്സുള്ളതിൽ 1.5 വയസ്സുള്ള ഒരു വയസ്സിന്റെ ഒരു കുട്ടിയുടെ കയ്യിൽ നമ്മൾ എന്ത് സാധനം കൊടുത്താലും ആദ്യം എന്ത് ചെയ്യാ, വായിലേക്ക് വെക്കുക ചെയ്യാ, അല്ലെ, കടിക്കുകയാണ് ചെയ്യുക. അതൊക്കെ പിയാഷെയുടെ തിയറി അനുസരിച്ചിട്ട് ഏത് സ്റ്റേജിലുള്ളതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് സെൻസറി മോട്ടോർ സ്റ്റേജ് എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയാണെന്ന്. ആൻസർ വരുന്നത് ജനനം മുതൽ 2 വയസ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. സെൻസർ ചെയ്തെടുക്കുന്ന സമയമാണെന്ന് ഓർക്കുക. പിന്നെ 2 മുതൽ 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേജ് ഉണ്ട്. ഇത് ഓപ്ഷൻ ഡി കിടക്കണ്. അതുമല്ല ഇത്. മൂന്നാമത്തതാണ് 7 to 11. മക്കളെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു ഇത് കാറ്റഗറി 4 ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പിയാഷെനെ അറിയില്ല, ഇയാളുടെ കോഗ്നിറ്റീവ് തിയറി അറിയില്ല, ഒരൊക്കെ അറിയില്ല. കുറച്ചൊരു ലോജിക്കും കുറച്ചൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യും. എങ്ങനെയാ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരാള് മൈക്കോണാക്കി പറഞ്ഞേ. നിങ്ങളൊന്ന് വായിച്ചോട്ടെ. എനിക്കറിയാം ലേഡീസ് ടീച്ചർമാരൊക്കെ അടുക്കളയിലായിരിക്കും, അല്ലെങ്കിൽ മക്കളെ പിറകെ ആയിരിക്കും. എന്നാലും ആരെങ്കിലും ഒന്ന്, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനു വേണ്ടി ഈ ഒറ്റ കാര്യം ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും 2 or 3 കാര്യം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കണ്ടാവും ഈ സമയം. എന്നാലും നിങ്ങൾ പറഞ്ഞേ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിചയമൊന്നുമില്ല, നിങ്ങൾ കാറ്റഗറി 4ന്റെ എക്സാമിനാണ് പോയിരിക്കുന്നത്. കാറ്റഗറി 4 എക്സാം എന്ന് പറയുന്നത് LP സ്റ്റേജിലേക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറിയാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ആൻസർ കൊടുക്കാം? ആരെങ്കിലും ആൻസർ ചെയ്തോ? അതായത് LP-യില് 7 മുതൽ 11 വരെയുള്ള കുട്ടികളായിരിക്കും. യെസ്, കറക്റ്റ്. നമുക്ക് ആൻസർ കിട്ടി. നമ്മൾ പഠിച്ചു പോയിട്ടാണോ? 7 മുതൽ 11 വരെ നമ്മളിവിടെ പറഞ്ഞു. നമ്മൾ പഠിച്ചു പോയിട്ടല്ലോ നമ്മൾ പഠിച്ചു പോയിട്ടല്ലോ. നമുക്കറിയാം ഇത് കാറ്റഗറി 4 ആണ്. അതിൽ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ 8 to 11 ആയിരിക്കും. അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല കേട്ടാ, കാരണം നേരത്തെ സെൻസറി മോട്ടോർ സ്റ്റേജ് ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത് 7 to 11 ഇയേഴ്സ് ആണ്. അതിൽ കുട്ടികള് എന്താ പറയാ, കോൺവെർസേഷനോട് അങ്ങനെയല്ല, 7 to 11 ഇയേഴ്സ് ലോജിക്കൽ തിങ്കിങ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 7 to 12 അല്ലേ? എന്താണ്? 7 to 12 അല്ലേ? 7 to 11 അല്ലേ? ക്വസ്റ്റ്യനിലും അങ്ങനെയാണ് ഉള്ളത്. ചിലപ്പോ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയതിൽ ചിലപ്പോ 1-2 വയസ്സൊക്കെ അപ്പുറത്ത് പുസ്തകത്തിൽ ചിലപ്പോ മാറാം. പക്ഷെ ക്വസ്റ്റ്യൻ വന്നത് 7 to 11 ഇയേഴ്സ് എന്നാണ്. ഓക്കെ. അപ്പോ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം അല്ലെങ്കിൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 7 to 11 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ 4ാമത്തെ സ്റ്റേജ് ഉണ്ട്, അതേതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് 12 വയസ്സിന് ശേഷം. ഇതാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എളുപ്പമാണ്. പിയാഷെയുടെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം 4 എണ്ണാണ്. 4 ബർത്ത് ടു സെൻസറി മോട്ടർ ആണ്. അങ്ങനെ ഓരോന്നും നമ്മൾ 4 പഠിച്ചു കഴിഞ്ഞാൽ 4 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂലേ? അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആരാണ് ഫോം ചെയ്തത്? ആൻസർ എന്താണ്? പിയാഷെ. അത്രേ ഉള്ളൂ. കണ്ട, ആൻസർ വന്നിരിക്കുന്നത് ബി ആണ്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ. ദ ഇവാലുവേഷൻ ഇൻ വിച്ച് ദ സ്റ്റുഡന്റ് ഈസ് അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ഗ്രൂപ്പ് ലേണിംഗ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? ഗ്രൂപ്പ് ലേണിംഗ് പഠനം കൊടുക്കാറില്ലേ? സംഘ പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക്, ഗ്രൂപ്പ് ലേണിംഗിൽ കുട്ടിക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയിരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ആ കുട്ടിയുടെ ഇടപെടൽ മെച്ചപ്പെട്ടതാണോ എന്നറിയാൻ, ആ കുട്ടിയുടെ ഇൻവോൾവ്മെന്റ് സൂപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന് തിരിച്ചറിയാൻ സഹായിക്കാത്തതാണ്. അപ്പോ അധ്യാപകൻ വിലയിരുത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലെ? നിരന്തരമായിട്ട് വിലയിരുത്തിയാലും അറിയാൻ പറ്റും. അതായത് ഗ്രൂപ്പ് ലേണിംഗ് ആട്ടോ. ക്ലാസ് ടെസ്റ്റ്, സമസംഘ പിയർ ഇവാലുവേഷനിലും അറിയാൻ പറ്റും. ക്ലാസ് ടെസ്റ്റിൽ അറിയാൻ പറ്റുമോ? ഗ്രൂപ്പ് ലേണിംഗിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുമോ? ക്ലാസ് ടെസ്റ്റ് എടുത്തപ്പോ നമ്മള് ഗ്രൂപ്പ് ആയിട്ടാണോ ടെസ്റ്റ് എടുത്തത്? അറിയാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഇത് പഠിച്ചിട്ടാണോ ആൻസർ പറഞ്ഞേ? ആണോ? അല്ല. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാണ്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മേലോട്ട് വെക്കും. മലയാളം വായിച്ചതിനെ പ്രത്യേകിച്ച് ഇല്ലേ?
നിങ്ങൾ പഠിച്ചിട്ടാണോ ഇതിന്റെ ആൻസർ പറഞ്ഞാൽ അല്ല. നമുക്കറിയാം ക്ലാസ് ടെസ്റ്റ് ഗ്രൂപ്പായിട്ടല്ല നമ്മൾ ഒറ്റക്കൊറ്റ നടത്താന്നുള്ളത്. അപ്പോ ഈ തിരിച്ചറിയാൻ സഹായിക്കാത്ത വിലയിരുത്തൽ ഏതാണ്? ക്ലാസ് ടെസ്റ്റ് ആണ്. അതിന്റെ ആൻസർ ശരിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഈ സാധനം എളുപ്പമാണെന്ന്. എന്നെ നിങ്ങൾ നോക്കിയേ. അടുത്തത് ഇൻക്ലൂസീവ് സിറ്റിംഗ്. നമുക്കറിയാം ഇൻക്ലൂസീവ് ലേണിംഗ് എന്താണ് എന്നുള്ളത് അല്ലെ. ഇൻക്ലൂസീവ് ലേണിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ എല്ലാ ക്ലസ്റ്ററിനും കേൾക്കുന്നതാണ്. ഇൻക്ലൂസീവ് ലേണിംഗ് എന്താണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ എല്ലാ ക്ലസ്റ്ററിനും കേൾക്കുന്നതാണ് അല്ലെ. അപ്പോ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് നമുക്കറിയാം ഇൻക്ലൂസീവ് ലേണിംഗ്. കുട്ടികളുടെ ആവശ്യങ്ങൾ നേരിടാൻ പ്രയോജനപ്പെടുത്താവുന്ന രീതികൾ. നമുക്ക് അസിസ്റ്റീവ് ടെക്നോളജി കുട്ടികളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ, അതേപോലെ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, നമുക്കറിയാം BRC എന്നൊക്കെ ടീച്ചേഴ്സ് വരുന്നുണ്ട്. അതേപോലെ കരിക്കുലം അഡാപ്ഷൻ, അതായത് അഡാപ്റ്റേഷന്. ഇത് മൂന്നും ഓൾ ഓഫ് ദ എബവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൻസറും ഓൾ ഓഫ് ദ എബവ് ആയിരിക്കും കേട്ടോ. അത് വേറൊരു ട്രിക്കാണ്. അത് അറബിക്കിലായാലും മേൽ പറഞ്ഞവയെല്ലാം എന്നൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൻസർ കൊടുത്താൽ മിക്കവാറും ശരിയായിരിക്കും. അപ്പോൾ നമുക്കറിയാം വീൽ ചെയർ ഉപയോഗിക്കുന്ന പിന്നെ റാമ്പ് നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അതേപോലെ BRC എന്നൊരു സ്പെഷ്യൽ ടീച്ചർ വരാറുണ്ട്. കാരണം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ കുട്ടിയുടെ വ്യക്തിഗത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലെ, ആ കുട്ടികളെ നമ്മുടെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ക്ലാസ് റൂം സജ്ജീകരിക്കാറുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും നിങ്ങൾ ആൻസർ ആരും പറഞ്ഞു തരേണ്ട, ഒരു ടീച്ചർ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ അറിയാൻ പറ്റും. കാറ്റഗറി 4 ആണെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മലയാളം വായിച്ച് മനസ്സിലാവണില്ലെങ്കിൽ ഇംഗ്ലീഷ് നോക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളം കൂടി കൂട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ഇത് നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ എളുപ്പമാണ്. ഇതൊന്ന് നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. സൈക്കോളജി നിങ്ങൾ ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലില്ല. പക്ഷെ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ പറയുമല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞേ. റിജുവിന് തന്റെ ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിനോട് കടുത്ത ആരാധനയാണ്. താരത്തിന്റെ സ്റ്റൈൽ, സ്വഭാവ സവിശേഷത എന്നിവ അവൻ അനുകരിക്കും. എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് നോക്കിയേ, ആൻസർ ഒന്ന് ഇംഗ്ലീഷിൽ നോക്കിയേ. ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഭയങ്കര മലയാളം ഭാഷയാണല്ലോ. ആണോ ഓപ്ഷൻ? കറക്റ്റ് ആണ്. അത് നമുക്ക് നിങ്ങൾ നോക്കിയേ, പ്രൊജക്ഷനും റിപ്രഷനും റാഷണലൈസേഷനും ഒന്നും അല്ല. നമുക്ക് വായിക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരാളെ പോലെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ തന്നെയാണ്. നമ്മൾ ഒരാളും പഠിപ്പിച്ചു തന്നിട്ടല്ല നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സാധനമൊക്കെ എളുപ്പമാണ്. ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ ടീച്ചർമാരാണ്, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് എന്താണ്? കുറവാട്ടോ. ഒരു അധ്യാപിക ഒരു കുട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ വേണമെങ്കിൽ അമ്പിളി മാവനെ പിടിച്ചോണ്ട് തരും അല്ലേ? ഉറപ്പാണ്. നിനക്ക് കഴിയും എന്നൊരു കുട്ടിയോട് ഒരു അധ്യാപിക മനസ്സറിഞ്ഞ് പറഞ്ഞു നോക്കട്ടെ. അല്ലാതെ ഓപ്പൺ ഹൗസിന് വരുമ്പോ പഠിക്കാൻ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? നെറ്റിന്റെ അടുക്ക് ഡൗൺ ആവണ്ടേ? വോയിസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ആ, പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പാരന്റ്സ് വരുമ്പോ പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് പക്ഷെ പഠിക്കൂല, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അതല്ല അധ്യാപകയുടെ അംഗീകാരം. നിങ്ങൾ എന്നാ കുട്ടിയെ വിളിച്ച് പറഞ്ഞേ, നന്നാവും, ഉറപ്പായിട്ടും നന്നാവും. അപ്പോ അധ്യാപികയുടെ അംഗീകാരം അത് ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒന്നാ. അതേപോലെ കൂട്ടുകാരുടെ സ്വാധീനം അതും സ്വാധീനിക്കും. അതേപോലെ രക്ഷാകർത്തൃ പാരന്റിങ് സ്റ്റൈല് അതും സ്വാധീനിക്കും. പക്ഷെ ആ കുട്ടിയുടെ സാമ്പത്തിക നിലവാരം ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ അങ്ങനെയൊന്നും സ്വാധീനിക്കൊന്നുമില്ല അല്ലേ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കൂളുകളിലെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ എത്ര നന്നായിട്ട് പെരുമാറുന്നുണ്ട്, എത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ D ആണെന്നുള്ളത് ആരും പറഞ്ഞു തരാതെ അറിയാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആൻസർ കംപ്ലീറ്റ് ആയില്ലേ? D വരെ എത്തിയില്ലേ? എത്തി. നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ. 1 മണിക്കൂർ ക്ലാസ് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ 1 മണിക്കൂറായി. നിങ്ങൾക്കൊക്കെ ബോറടിച്ചു തുടങ്ങിയോ? ഇനി മലയാളാണെങ്കിൽ കാക്കനാടൻ എന്ന തൂലികാ നാമത്തില്, ഇത് നമുക്ക് മലയാളം ടെക്സ്റ്റ് ബുക്കില് എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തോ പഠിപ്പിക്കാനില്ലേ കാക്കനാടനെ കുറിച്ച്? ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.
ആൻസർ നോക്കിയേ, ആൻസർ ഡി ആണ്. കാരണം KE മത്തായി അറിയപ്പെടുന്നത് പാറപ്പുറത്താണ്. PC ഗോപാലൻ നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഓരോരുത്തരുടെയും തൂലികാ നാമങ്ങൾ പഠിക്കണം മലയാളം പഠിക്കുന്നവര്. അതേപോലെ കാഹള ശബ്ദം വിഗ്രഹിച്ചെയ്താൽ നമുക്കൊക്കെ അറിയാം കാഹളം പോലുള്ള ശബ്ദമാണ്, കാഹള ശബ്ദം അല്ല, കാഹളത്തിന്റെ ശബ്ദമല്ലേ. ആൻസർ ബി ആണ്, അത്രേ ഉള്ളൂ. പിന്നെ അഗ്നി, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പഠിച്ചിട്ടുണ്ട്. അഗ്നി, അനിലൻ പഠിച്ചിട്ടില്ല, അനിലൻ, കാറ്റ്, അനലൻ, തീ പഠിച്ചിട്ടില്ലേ, അനകൻ, ശിവൻ, ദാ പതിയായ പദങ്ങൾ അവിടെ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ അവൾ എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. 2ാം ക്ലാസ്സിൽ പഠിക്കണ എന്റെ മോന്റെ നോട്ടിലുണ്ട് ഈ ചോദ്യം. അവൾ എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ആ പ്ലസ് അള്ളാണ് അവൾ എന്നുള്ളത്. ആൻസർ ഓക്കെ, ഡി ആണ് കേട്ടോ. അവ പ്ലസ് അള്ളല്ല, ആ പ്ലസ് അള്ളാണ്. ഇത് മലയാളം കുറച്ചൊരു 2-3 ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എളുപ്പമാവും കേട്ടോ. ഇനി നിങ്ങൾ നോക്കിയേ, എന്തോരം എളുപ്പമാണ്. ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നമുക്കറിയാം, ലേഖിക. ആൻസർ ഡി ആണെന്ന്. പിന്നെ മലയാളം ഗ്രാമർ ബേസ്ഡ് വ്യാകരണത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രയോജിക വിഭക്തി ചേർന്ന പദത്തിന് ഉദാഹരണം എന്താണ്? വിഭക്തി എന്ന സാധനമുണ്ട് മലയാളം വ്യാകരണത്തിൽ പഠിക്കാൻ. എന്താണ് ഈ വിഭക്തി? എവിടെ നിന്നാണ് ഈ വിഭക്തി വരുന്നത്? ഈ പ്രയോജിക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ നമ്മൾ പഠിക്കണം. ഞാൻ ടെറ്റിന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 4-5 വർഷം മുമ്പ് മലയാളം വെറുതെ നോക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ഇതിന്റെ പിറകെ ഇരുന്നപ്പോ ഏകദേശം ഗ്രാമറുകൾ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അത് ടെറ്റിന്റെ കുട്ടികൾക്ക് ഞാൻ ടെറ്റ് നേടിയതിനു ശേഷം എന്തോ ആണ് എനിക്ക് തോന്നുന്നു മലയാളം ഞാൻ പഠിക്കുന്നത്. അപ്പോ ഈ വിഭക്തി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അറബിക്ക് പഠിക്കുന്ന നമ്മൾക്ക് മലയാള വ്യാകരണത്തിലെ പലതും അറബി ആയിട്ട് കണക്റ്റഡ് ആക്കി കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. നമുക്കറിയാം നമ്മൾ കേൾക്കുന്നതൊക്കെ ശബ്ദമാണ്. നമ്മളിപ്പോ കൈകൊട്ടി, അത് ശബ്ദമാണ്, നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഫസ്റ്റ് മലയാള വ്യാകരണത്തിന്റെ തുടക്കം തന്നെ എന്താണ്? ശബ്ദമാണ്. ശബ്ദം 2ആയിട്ട് തിരിയുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നതൊക്കെ ശബ്ദമാണ്. ഈ ശബ്ദം വാചകമായിട്ടും ദ്യോതകമായിട്ടും, എന്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നതാണ്. മുമ്പ് ഞാൻ എപ്പോഴോ എടുത്ത ക്ലാസ് ആണ്. മലയാളം നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് തിരുത്തി തരാം കേട്ടോ. കേൾക്കുന്ന ശബ്ദത്തെ വാചകമെന്നും, അതായത് നമുക്കറിയാം ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് ശബ്ദമായിട്ടാണ്. പക്ഷെ അത് നിങ്ങൾ കേൾക്കുന്നത് എന്തായിട്ടാണ്? വാചകമായിട്ടാണ്. പൂർണ്ണ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശബ്ദത്തെ വാചകമായിട്ടും പിന്നെ ദ്യോതകമായിട്ടും തിരിക്കാം. ദ്യോതകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഹർഫില്ലേ സാധനം, എങ്കിൽ, അതായത് ഒറ്റക്ക് നിൽക്കുമ്പോ അർത്ഥമൊന്നുമില്ല, ആരോടെങ്കിലും ഒന്നൊട്ടിക്കണം എന്നാലേ അർത്ഥം പറ്റുള്ളൂ. അങ്ങനെയുള്ള സാധനമാണ് ദ്യോതകം. അപ്പൊ ശബ്ദത്തിൽ നിന്ന് ഈ 2 കാര്യങ്ങൾ, വാചകവും ദ്യോതകവും. ദ്യോതകത്തിൽ നമുക്കിനി വേർതിരിക്കാനൊന്നുമില്ല, അതവിടെ നിന്നോട്ടെ. ഈ വാചകത്തിൽ നിന്നാണ് വീണ്ടും നാമം, ക്രിയ, അങ്ങനെയൊക്കെയുള്ള ഇസ്മ, ഫേല് അങ്ങനെ പറയുന്ന സാധനങ്ങൾ, നാമവിഭക്തിയൊക്കെ ഉണ്ടാകുന്നത്. ഈ നാമത്തിൽ നിന്നാണ് വീണ്ടും, നാമത്തിൽ നമുക്കറിയാം സ്ത്രീലിംഗം, പുല്ലിംഗം, ലിംഗം നോക്കണം, വചനം ഏകവചനാണോ ബഹുവചനാണോ നോക്കണം. അതിന്റെ കൂടെയാണ് ഈ വിഭക്തി വരുന്നത്. വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇസ്മിനോട് അല്ലെങ്കിൽ ഒരു നാമത്തിനോട്, ഒരു പേരിനോട്, ഒരു ഇസ്മിനോട് ഞാൻ പറഞ്ഞ പ്രത്യയങ്ങൾ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ, എങ്കിൽ, ഓട്, ഇതൊക്കെ ചേർന്ന് വരുന്നതാണ് വിഭക്തി. ഇതില് വിഭക്തി 7 തരത്തിൽ ആണെന്നുള്ളതാണ് എന്റെ ഓർമ്മ. വിഭക്തി 7 തരത്തിലാണ്. നിപ്രസമം, പ്രസമവും എന്തൊക്കെ പറയാറുണ്ട്, അതൊക്കെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞുതരും. ഇതിലെ പ്രയോജിക എന്ന് പറയുമ്പോ ആൽ വന്നാലാണ് പ്രയോജിക വിഭക്തി. അതൊക്കെ ടീച്ചർ ആയിട്ട് പറഞ്ഞുതരും. ഓപ്ഷൻ സി ആണ് വരിക. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ ഒരുപാട് മലയാളം ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമുള്ളതും ഗ്രാമർ വന്നപ്പോ ഒന്ന് നമ്മൾ പഠിച്ചാൽ കിട്ടുന്നതും ആണ് ചോദിച്ചത്. അപ്പൊ മലയാളവും എളുപ്പമാണ്, കുഴപ്പമില്ല. എന്നാൽ അറബിയിൽ വരുമ്പോ, നമ്മുടെ സബ്ജക്റ്റിൽ വരുമ്പോ നിങ്ങൾ നോക്കിയാൽ ഹർബുൽ ബസൂസ് നമുക്കിത് പഠിച്ചാൽ കിട്ടും. ഹർബുൽ ബസൂസ് ബിക്ർ താലിബ് തമ്മിലുള്ളതാണ്. ഖുറൈശി മുസ്ലിമീങ്ങളും അല്ല, ഇസ്രായേലും ഫിലസ്തീനും അല്ല, അമേരിക്കയും ജപ്പാനും അല്ല, ബിക്ർ താലിബാണ്. നമുക്ക് ആൻസർ പഠിച്ചതിന് എഴുതാൻ പറ്റും. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇഷ്തഹറത്ത് ബഅദുൽ ഖസായിദ് നാബിയ ദുബിയാനി. നാബിയ ദുബിയാനി എന്ന് പറയുന്ന ജഹലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കവിയുടെ കവിത അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ബഅദുൽ ഖസായിദ് ആട്ടോ, കുറച്ച് ഖസീദകൾ.
ഇതിലുണ്ട് ഗസ്സാനിയാത്ത്, ഷഹരിയാത്ത്, ഹൗലിയാത്ത്, ഉസ്ബൂയിയാത്ത്. ഹൗലിയാത്ത് സുഹൈറിന്റെ കവിതകളെയാണ് സാധാരണ. ഇല്ല, ഹൗലിയാത്ത് ടീച്ചറെ സുഹൈറിന്റെ ആണ് ടീച്ചറെ. ഹൗലിയാത്ത് എന്ന് കേട്ട് പരിചയമുള്ളത് കൊണ്ടാണ് സീന്ന് ആൻസർ കൊടുത്തത്. നമുക്കറിയാലോ സുഹൈർ 4 മാസം കവിത എഴുതും, 4 മാസം എഡിറ്റ് ചെയ്യും, 4 മാസം കൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യുക. അതായത് 12. അങ്ങനെയാണ് ഹൗലിയാത്ത് എന്ന പേര് ആ കവിതകൾക്ക് ലഭിച്ചത് എന്നാണ് എന്റെ ഓർമ്മയിൽ ശരി. ഇതിന്റെ ആൻസർ വരുന്നത് എ ആയിരിക്കും. എ ആയിരിക്കും. കാരണം ഗസ്സാനിയാത്ത്, ഈ നാബിയ ദുബിയാനി ഗസാസിന ഗോത്രം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജവംശമായ ഗസ്സാൻ, നമുക്കറിയാം കാശ് കിട്ടണമെങ്കിൽ രാജഗോത്രത്തിൽ നിന്ന് കൊടുക്കണ്ടേ. അങ്ങനെ അവരെ മദ്ഹ് പാടിയ കുറച്ച് കവിതകൾ, കസീദകളാണ് ഏത് ഗസ്സാനിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാബിയ ദുബിയാനിയുടേതാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതൊക്കെ PYQ ആണ്, ചോദിക്കാൻ സാധ്യത വീണ്ടും ഉണ്ടാവും കേട്ടോ. അതേപോലെ മുഅല്ലക്ക തുടങ്ങിയത് ബിദിക്രി അസ്ലാൽ ഹബീബത്തി, തന്റെ ആഷിഖത്ത് ഹബീബത്തായ ഉമ്മു ഔഫ. നമുക്കറിയാം ഉമ്മു ഔഫ എന്ന് വെച്ച് തുടങ്ങിയ പദ്യം ആരുടേതാണെന്ന് നമുക്കറിയാം. തൊറഫയുടെ അല്ല, അംറബിൻ കുൽസുമിൻ്റെതല്ല, ലബീദിൻ്റെതല്ല. ഉമ്മു ഔഫ ആരുടെ സൗജത്താണ്, ആരുടെ ആഷിഖത്താണ്? സുഹൈറിൻ്റെതാണ്. ആൻസർ സുഹൈർ ആണ്. ഇതൊക്കെ നമ്മൾ ബേസിക് പഠിച്ചതിനെ കിട്ടാവുന്നതാണ്. ബേസിക് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പേടിക്കരുതേ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കവികളൊക്കെ, മുഅല്ലക്കയുടെ രചയിതാക്കളൊക്കെ ഇംറുൽ ഖൈസ്, സുഹൈർ, നാബിയ, ആയിഷ, ഇവരൊക്കെ ഒരു പ്രത്യേക സമയത്ത് ഒരുപാട് കവിതകൾ എഴുതിയിരുന്ന ടീമുകളാണ്. അഷ്വർ അൽ അറബ്, ഇംറുൽ ഖൈസ്, ഇസാർ, റക്കീബ, മൂപ്പർക്ക് യാത്ര ചെയ്യുമ്പോൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോഴൊക്കെയാണ് ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ഇവര് 4 പേരുന്ന ഈ സാധനമൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ അത് പഠിക്കുന്ന ആദ്യ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. അതുകൊണ്ട് ഇതിന്റെ ആൻസർ സി ആണ് വരിക. ഇംറുൽ ഖൈസ്, റക്കീബ, പിന്നെ സുഹൈർ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, എളുപ്പമാണേ. പിന്നെ നമുക്കറിയാം കഅബ് ബിൻ സുഹൈർ അമാമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസീദ ചൊല്ലിയിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ബുർദ ഏതിലാണ്? കഅബ് ബിൻ സുഹൈറിന്റെ ബുർദ ലാമിലാണ്. ഇത് നമുക്ക് പൊതുവായിട്ട് അറിയുന്നതാണ്. കലോത്സവം എടുത്തു കഴിഞ്ഞാൽ കുറേ വരികളൊക്കെ നമ്മൾ എവിടെ ഇവിടെയൊക്കെ കാണാതുകൊണ്ട് ഈ ആൻസർ നമുക്ക് തെറ്റൂല കേട്ടോ. പിന്നെ അൽ ഹദീസ് അൽ മുത്തഫഖ് അലൈഹി, ഇത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്കറിയാം മുത്തഫഖ് അലൈഹി എന്ന് പറയപ്പെടുന്ന ഹദീസ് ആരുടേതാണെന്ന്. ആൻസർ വരുന്നത് ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും കൂടിയിട്ടുള്ള 2 പേരുടെയും കൂടിയിട്ട് ഓപ്ഷൻ ഡി. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോ ഡി ആണെന്ന് നമുക്കറിയാം. പിന്നെ ഇതേപോലെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അഖ്തൽ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. ആ കവിയുടെ പൂർണ്ണ പേരാണ് ചോദിക്കുന്നത്. അബു മാലിക്, വയ്യാസിബിന് ഗൗസ്, അബു ഹിർസബിന് ഉത്തയ്യ. അത് ജരീറിന്റെ പേരാണ്. ആൻസർ വരുന്നത് അബു മാലിക് ഖിയാസുബിൻ ഔസ് ആണ്. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആട്ടോ. പിന്നെ ഇതും ബേസിക് ക്വസ്റ്റ്യൻസ്. അസ്ർ ദഹബിയ ലിൽ അദബ് അറബി, അറബി സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? അബ്ബാസിയ കാലഘട്ടമാണ്. അതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വിചാരിക്കണ്ട പണ്ടെന്തോ പുസ്തകം അടിച്ചു വെച്ചിട്ട് വീണ്ടും ഇതിന്റെ മേലെ ഇരിക്കണോന്ന്. ടീച്ചർമാരെ എളുപ്പമാണ്, ഇതൊക്കെ ബേസിക് ആണ്. ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമായിട്ട് കഥകളൊക്കെ കേട്ട്, ശരിക്കും പറഞ്ഞാൽ മെഹബൂബ് സാറെ ക്ലാസ് ഒക്കെ അത് നമ്മൾ ഇരിക്കണം. ഒരുപാട് ചരിത്രങ്ങളൊക്കെ കേട്ട് നല്ല രസമായിട്ട് ക്ലാസ്സുകൾ കേട്ടോണ്ടിരിക്കുക. നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്കായാലും. അത്രയും മനോഹരമായിട്ടാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുക. അപ്പോ അദബിന്റെ ക്ലാസ്സുകൾ പഠിച്ചാലില്ലെങ്കിൽ മിസ് ചെയ്യരുത്. കുറെ രസമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. പിന്നെ അൽ ഖാനൂൻ ഫി തിബ് എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകം ആരുടേതാണ്? നമ്മള് ഇപ്പോഴും ക്വിസ് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്കറിയാം, ചോദിക്കാറുണ്ട്. ഹൈസ്കൂളിലെ കുട്ടിയൊക്കെ അറിയാം, ഇബ്നു സീനയാണ്. ഇനി സൈഫുദ്ദൗലയെ മദ്ഹ് ചെയ്തത് ഇതിൽ ആരാണ്? ഇതും അദബിലുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. മുത്തനബി ആണ് ആൻസർ വരിക. ഇത് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇബ്നു ഖല്ലിക്കാന്റെ പുസ്തകം ഉണ്ട്, വളരെ ഫേമസ് ആയ പുസ്തകമാണ് ഈ കിതാബുൽ അഗ. ഇതിലുള്ള എല്ലാ പുസ്തകങ്ങളും വളരെ ഫേമസ് ആണ്. ഉമ്മഹാത്തുൽ കുത്തുബിൽ നിന്നൊക്കെ അറിയപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങളിൽ പെട്ടതാണ്. അപ്പോ അതില് ഇബ്നു ഖല്ലിക്കാന്റെ പുസ്തകം വഫിയാത്തുൽ അയ്യാൻ എന്ന് പറയുന്ന ആണ്. ഇതൊക്കെ ബേസിക് ആണ് ചോദ്യങ്ങൾ കേട്ടോ, ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നോക്കാതെ അല്ലെങ്കിൽ ഒന്ന് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോകുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നാസിക്കൽ മലായിക്കയുടെ ദീവാന് ചോദിക്കുന്നുണ്ട്. ഹബീബ് ആഷിഖത്തുൽ ലൈലാണ്.
ജദാവിൽ ഈലി അബു മാലിയുടെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഇതൊക്കെ വളരെ ബേസിക് ആട്ടോ. പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദ, ഇവർ രണ്ടുപേരും പാരീസിൽ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് പേപ്പർ ഉർവത്തുൽ വുസ്കയാണ്. ഇതൊക്കെ സാധാരണ ഒരു ക്വിസ് ക്വസ്റ്റ്യൻസിനെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോക്കിയേ, ഇതേപോലെയുള്ള ലിലാലുൽ ഖുർആൻ തഫ്സീർ, അത് ആരുടേതാണ്? സെയ്ദ് കുത്തുബ്, നമുക്കറിയാം അല്ലെ? അങ്ങനെയുള്ള വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട. അല ഹാമിഷ് സീർ, ഇതൊക്കെ വളരെ ബേസിക് ആണ്. നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്കറിയാം നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുന്നത് വരെ നമുക്ക് ആ ഒരു മാർഗം ഭയങ്കര ടഫായിരിക്കും. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, നിങ്ങളൊന്ന് PSC കിട്ടിയ ആൾക്കാരോടും നെറ്റ് കിട്ടിയ ആൾക്കാരോടും കുറച്ച് നാളെ ഇതിനെ പോയി ചോദിച്ചു നോക്കിയാൽ ഒന്നുമില്ല, കുറച്ച് ദിവസം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ, എളുപ്പമാണ്, അങ്ങനെയല്ലേ പറയാ? അങ്ങനെ പറയുള്ളൂ, എളുപ്പമാണ് എന്നാണ് എല്ലാവരും ഉപയോഗിക്കുക. പക്ഷെ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക്, ഒരു തവണയും 2 തവണയൊക്കെ ടെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാതെ എത്രത്തോളം പ്രയാസമുള്ളതാണ്. പക്ഷെ അവരും ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നവരോട് എളുപ്പമാണ്, കുറച്ചൊന്ന് പഠിച്ചാൽ മതി, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് കിട്ടാണ്ടിരുന്നത്, ഇപ്പൊ പഠിച്ചപ്പോ കിട്ടി, അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ബേസിക് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേട്ടറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കേട്ടറ്റ് എക്സാം ആണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ രീതിയിലായിരിക്കുള്ളൂ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരിക. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി റാബിത്തത്തുൽ കലമിയ, ന്യൂയോർക്കിൽ 1920 ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ്, നമുക്കറിയാം. അതിന്റെ ഖാസിൻ ആരാണെന്നാണ് ചോദ്യം. ഖാസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാവ് സൂക്ഷിപ്പാരനാണ്. അല്ലേ? ആൻസർ വരുന്നത് വില്യം കാരസ്പെരിസ് ആണ്. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണോ? അത് നിങ്ങൾക്ക് വിചാരിക്കേണ്ട വില്യം കാരസ്പെരിസിനെ പഠിക്കണമെന്നോ ഇല്ല, അതൊക്കെ പഠിക്കുന്നത് തന്നെ ഈ ആൾക്കാരൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബലായിൽ വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, വേറൊരു ബേസിക് ചോദ്യം, ഇൽമുൽ ബയാനിൽ പെടാത്തത് ഏതാണെന്ന്. നമുക്കറിയാം ഖസർ, മാനിയാണ്, അതൊക്കെ ബേസിക് ആണ് കേട്ടോ. നമുക്കറിയുന്ന അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഈ ബയാനും മാനിയൊക്കെ, നമ്മൾ മറന്നുകൊണ്ടാണ്. ഞാനിങ്ങനെ തന്നെയായിരുന്നു കുറച്ചാൾ മുമ്പൊക്കെ, മാനി എന്താണ്, ബയാൻ എന്താണ്, ബയാൻ ഇനി ഉണ്ടോ, ബലാക്ക് ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എന്നൊക്കെ വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഖസർ എന്ന് പറയുന്നത് മാനിയിലാണ്, ബാക്കിയൊക്കെ ബയാനിൽ പെട്ടതാണ്. ഇതൊക്കെ ബേസിക്, വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാഠങ്ങളുടെ പേരാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതേപോലെ തഷ്ബീഹുൽ മുജ്മൽ ചോദിക്കുന്നുണ്ട്. ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോണില്ല, സമയം ഒരുപാടായതുകൊണ്ട്. ഇതൊക്കെ ബേസിക് ആണ്. എനിക്ക് തോന്നുന്നത് ടഫായിട്ട് കൊടുക്കാൻ പറ്റിയ ചോദ്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ബലായിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണമാണ് അങ്ങനെ തന്നെ ചോദിക്കാറെന്ന്. നിങ്ങൾ ബലാ ഒട്ടും നിലക്കും തലയിൽ കയറുന്നില്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചിട്ട് മതി. തഹസബ് മയക്കാലം വഹം റുക്കോദുത്തിപ്പാക്ക, അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. അതായത് ഒരു ഉദാഹരണം പഠിക്കുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ ആൻസറും കൂടെ പഠിച്ചിട്ട് പോവാ. കാണാപ്പാഠം പഠിക്കൂല, അങ്ങനെ പഠിച്ചിട്ട് പോയാൽ പോലും ബലായിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ഉദാഹരണങ്ങളാണ് ഏതിൽ വരാറ്, ബലായിലെ ക്വസ്റ്റ്യൻസിൽ വരാറ് കേട്ടോ. ഇനി ഷായറുൻ ഹിന്ദിയുൻ യൂറഫ് ബി ഷായറുൽ കുവ്വ, ഷായറുൽ കുവ്വ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഇത് ഷായറുൽ കുവ്വയുടെ അർത്ഥം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണല്ലോ അറിയപ്പെടുന്നത്. ഇനി ഇതൊക്കെ പുസ്തകത്തിന്റെ മുഅല്ലഫാത്തിന്റെ പേരാണ്. ഇതൊക്കെ പിന്നീട് നിങ്ങൾ നോക്കിക്കോ. ഇതും പുസ്തകത്തിന്റെ പേരാണ്, ഖസ്റുൽ ബിൻ ഹിതാത്തുൽ മുസ്ലിമീൻ. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മറ്റേ ടീച്ചിങ് ബുക്കില്ല, മറ്റേ ടീച്ചർ ടെക്സ്റ്റ് ബുക്ക്, ആ പുസ്തകത്തില് കുറച്ച് ഫസ്റ്റ് പേജിൽ 2ാമത്തെ പേജ് ഇങ്ങനെ കുറച്ച് പേജുകൾ മറിച്ച് നോക്കുമ്പോൾ കുറച്ച് ഇതേപോലെ തഅലീമുൽ മുതല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷിലും അറബിയിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് നിങ്ങൾ എഴുതി വെക്കുകയോ പഠിക്കുക എന്തെങ്കിലും വേണം കേട്ടോ. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് എന്താണ്, പിന്നെ തഅലീമുൽ മുതല്ലം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉൾക്കൊള്ളുന്നത്, നമ്മൾ ഇത് തന്നെയാണ് മലയാളത്തിൽ അവിടെ അറ്റൻഡ് ചെയ്തത്. ഇതിലുള്ള 4 ജിസ്മിയായിട്ട് അക്കലിയായിട്ടുള്ള വെല്ലുവിളികളും ഇതൊക്കെ എല്ലാം ഏതിൽ പെടുന്നതാണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പെടുന്നത്. മക്കളെ ഇതൊന്നുമില്ല, ഇത് ലാംഗ്വേജ് കുറച്ചൊന്ന് ഇവിടെ എത്തുമ്പോഴാണ് നമ്മളുടെ ലാംഗ്വേജ് അളക്കുന്ന ക്വസ്റ്റ്യൻസ് വരിക. സത്യം പറയുന്നത് ഇത് അർത്ഥം അറിയുന്ന ഒരാൾക്ക് ഇതിന്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ അല്ല എന്ന് വരുന്നത് അങ്ങോട്ട് ഒല്ലാന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഉദാഹരണം നോക്കിയേ, ഒട്ടും അറിയില്ലേന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി.
ഇത് എളുപ്പമാണ്. കുറച്ചൊന്ന് ലാംഗ്വേജ് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ലാംഗ്വേജ് ഒന്നും വേണ്ട. നിങ്ങളൊരു 4 വട്ടം വായിച്ചു നോക്കിയേ, ആൻസർ കിട്ടും. ഞാനല്ലേ പറയണേ, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. നമുക്ക് ഒട്ടും അറിയാത്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ഫസ്റ്റത്തെ സെഷനിൽ പറഞ്ഞിരുന്നു ഹല്ലൻത പാകിസ്ഥാനി എന്ന് എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ലാന്ന്. അത് വായിച്ചപ്പോ ബാക്കി ആൻസറും ക്വസ്റ്റ്യനും ഞാൻ നോക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ 4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. പിന്നതേ ഇത് നമ്മൾ പരസ്പരം സംസാരിക്കുന്നോ എന്താണ് ഡിറക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം കായിക നഹ്വിൽ നമ്മൾ ആദ്യം കായിക പഠിപ്പിച്ചിട്ട് പിന്നെയല്ലേ ഉദാഹരണങ്ങൾ പഠിപ്പിക്കുക. കോളേജിൽ നിന്നൊക്കെ പഠിപ്പിച്ചെന്ന് ഓർമ്മയില്ലേ? അത് ഏത് രീതിയിലുള്ള പഠനം എന്നാണ് ചോദിക്കുന്നത്? ത്വരീഖുൽ ഖിയാസിയ. ഇതൊക്കെ നമ്മൾ മെട്രോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരും കേട്ടോ. ടെൻഷൻ അടിക്കണ്ടേ. പിന്നെ നിങ്ങൾ ഇത് നോക്കിയേ, ഇതൊക്കെ ലാംഗ്വേജ് അറിയണമെങ്കിൽ മാത്രം കിട്ടുന്ന ആൻസർ ആണ്. വളരെ എളുപ്പമാണ്. മൾട്ടിമീഡിയ നമ്മൾ എന്തിനാണ് പഠനത്തിൽ ഉൾപ്പെടുത്തുന്നത്? ലീ അദമി വഖത്തിൽ മുഅല്ലിമി, ടീച്ചേഴ്സിന് സമയമില്ലാത്തോണ്ടാ? അല്ല. പിന്നെന്താണ്? നിങ്ങൾ നോക്കിയേ, പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ്, കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നോക്കിയേ, CCE. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ടെക്സ്റ്റ്, നിങ്ങൾ ഇന്ന് തന്നെ ടീച്ചർ ടെക്സ്റ്റ് ഒക്കെ കയ്യിലുള്ളവരൊന്ന് മറിച്ചു നോക്കിയേ. ഇത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അറബിയും കൊടുത്തിട്ടുണ്ട്. CCE കണ്ടിന്യൂസ് കോംപ്രഹെൻഷൻ ഇവാലുവേഷൻ എന്നാ. അതന്നെ CCE. അതിന്റെ അറബി പദാണ് തഖ്വീമുൽ മുസ്തമിർ അൽ മുസ്തഈബ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നഹ്വിൽ വരുമ്പോ മിഅ്വലി എന്ന പദം ഏതാണ്? നമുക്കറിയാം മിഫ്അൽ വസ്നിൽ വരുമ്പോ അത് ഇസ്മുൽ ആലത്തിൽ പെടുന്നതാണെന്ന് അറിയാം അല്ലെ? എന്താണ് തൂമ്പ, അങ്ങനെയൊക്കെയല്ലേ അർത്ഥം വരാ. കൈക്കോട്ട്, തൂമ്പ എന്നൊക്കെ പദമാണ് മിഅ്വല് കൊണ്ടുള്ള ഉദ്ദേശം. അത് ഇസ്മുൽ ആലത്താണ്. മിക്നസ്, അത് തന്നെ. ആലവസ്നി അതൊക്കെ വരുമ്പോ ഇസ്മുൽ ആലത്ത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നഹ്വ്. ഇത് അടുത്ത ദിവസം നോക്കിയേ, യദുല്ലു അലാ ഫീലിൻ ഔ ഹദസ മുജറദൻ ഇസ്സമാൻ. നമുക്കറിയാം മസ്ദറിന്റെ താരീഫാണത്. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മുസന്ന മുലാഫ് ആണെങ്കിൽ എന്ത് പറ്റും? നൂനിനെ കളയും. കലമാനി അവിടെ മുലാഫിലേക്ക് ചേർത്തിയിട്ട് പറയുകയാണെങ്കിൽ നൂനിനെ കളഞ്ഞിട്ട് കലമ എന്നല്ലേ പറയാ. അത്രേ ഉള്ളൂ ഇത്. പിന്നെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ എത്രാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഫാസ്റ്റ് ഫുഡിന്റെ അറബി? വജബത്ത് സരിയ, ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ ഉംലാൽ മുസ്തഖ്ദിമ ഫി ഖത്തർ, ഖത്തറിന്റെ നാണയം. കുറച്ച് രാജ്യങ്ങളുടെ നാണയങ്ങൾ പഠിച്ചു വെക്കാനുണ്ട് നമ്മള്. നമുക്കറിയാം ഖത്തറിന്റെ നാണയം എന്താണ്? റിയാൽ ആണെന്ന് അറിയാം. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയേ. ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളൂ. ക്ലാസ്സുകൾ തീർന്ന് ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. PYQ നന്നായിട്ട് നോക്കുക. ഇനി നല്ല ടഫാണ്, കേറിപ്പോ ടീച്ചറേയും ചോദിക്കുന്നവരോട് ഒരു 4-5 സെറ്റ് എന്തായാലും നമ്മൾ 500 രൂപ കൊടുത്ത് എക്സാം എഴുതും. 4-5 വട്ടം 500 കൊടുക്കണ്ട. ഒരു 100 രൂപ 200 രൂപ മുടക്കിയിട്ട് കുറച്ച് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെറ്റുകൾ എടുത്ത് വെക്കുക. വെറുതെ നിങ്ങളിപ്പൊ മേലോട്ട് നോക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസിന്റെ ഏരിയ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഡെയിലി വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. അപ്പോ ഇത്രയും നേരം എന്റേത് പോട്ടെ, പക്ഷെ നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലാസ് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ക്ഷമിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എന്റെ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളുടെ കൂടെ ഈ ജേർണിയിൽ അങ്ങത്തോളം ഉണ്ടാവും. കാരണം നമ്മുടെ ടീച്ചേഴ്സ് ഒരാളുടെ മുമ്പിലും തലവനിക്കരുത്. ഒരു നിയമത്തിനും നമ്മൾ അങ്ങനെ പിന്നോട്ടാക്കണ്ട. നമ്മൾ ഈ സാധനം നേടിയെടുക്കും. അതുകൊണ്ട് ഈ ഒരു എക്സാം നമ്മൾ അടുത്ത ഒരു ടെറ്റ് തന്നെ ക്രാക്ക് ചെയ്യും. അല്ലാതെ നമ്മുടെ 500 രൂപ കൊണ്ട് ഗവൺമെന്റ് നന്നാവണ്ടെന്ന് ഉദ്ദേശിച്ചാൽ മാത്രം മതി. കൊടുക്കൂല എന്നല്ലെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾക്കറിയാം 1000 രൂപയാണ് വാങ്ങിക്കുന്നത്. അത് ഫീസ് വരെ കൂടുതലാ. അപ്പോ നമ്മൾ അടുത്ത എക്സാമോടുകൂടി ടെറ്റ് ക്രാക്ക് ചെയ്യുകയും ചെയ്യും, സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുകയും ചെയ്യുന്നുള്ള കുറച്ച മൈൻഡിൽ നിങ്ങൾ പഠിക്കാനിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നേടുക തന്നെ ചെയ്യും.
അതിനൊരു സംശയവും വേണ്ട. ഇത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിരിക്കട്ടെ. എയ്ഡഡ് സ്കൂളിലേക്ക് ഇപ്പൊ കയറിയവരൊക്കെ മക്കളെ നിങ്ങളൊക്കെ മാറിയിട്ട് PSC-ലോട്ട് നോക്കിക്കോ. ഈ ഒരൊറ്റ പഠനം മതിയാവും നിങ്ങൾക്ക് PSC-ലേക്കും കൂടിയിട്ട്. അതുകൊണ്ട് ഇൻഷാല്ല പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഒരു 2 പേരെങ്കിലും വെറുതെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരുമോ? വേറൊന്നുമല്ല, സാധാരണ ഞാൻ ചോദിക്കാറില്ല, പക്ഷെ എനിക്ക് നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഒരു ടെൻഷൻ. ഇൻഷാല്ല പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇവിടെ തന്നെ എന്താ മതി, ഗ്രൂപ്പിലൊന്നും ഇടണ്ട, ഗ്രൂപ്പിലൊക്കെ ഇട്ട് അവിടെ കിടക്കും. ഇതാകുമ്പോ ലിങ്ക് ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങനെ പോയിക്കോളുമല്ലോ. അപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജസാഖുല്ലാ ഖൈർ. വളരെ മനോഹരമായി റസ്ല ടീച്ചർ കൃത്യമായി വിശദീകരിച്ചു തന്നു. കേട്ടിട്ട് എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരു ടീച്ചർ എന്ന നിലക്ക് റസ്ല ടീച്ചർക്ക് കുറെ കൂടി അടുത്ത് നിന്ന് നിങ്ങളെ ഹൃദയം തൊട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ആവാനായി. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ ഇത്തരം സെഷനുകളായി നമ്മൾ വീണ്ടും വരും, നിങ്ങളെ സഹായിക്കാനും മറ്റുമായിട്ട് ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ കോഴ്സ് ഇൻഷാല്ലാ നാളെ മുതൽ ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ ക്ലാസ്സുകൾ. അത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക, ബന്ധപ്പെടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും ബാറകല്ലാഹു ലക്കും ജസാകുമുല്ലാഹു ഖൈറൻ അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഇതിന്റെ വീഡിയോ കിട്ടോ? ഇന്നത്തെ വീഡിയോ റെക്കോർഡ് എല്ലാ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ.